നമസ്കാരം. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ 2026 തുടക്കത്തിൽ തന്നെ നിയമസഭയിലേക്ക് എത്താൻ പോകുന്ന 3 സംസ്ഥാനങ്ങളാണ് ഇവ. ഈ 3 സംസ്ഥാനങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളും BJP ഇതര മുന്നണികൾ ആണ് ഭരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന പോരാട്ടം BJP നടത്താൻ പോകുന്നത് പശ്ചിമ ബംഗാളിൽ ആയിരിക്കും. കേരളത്തിലും തമിഴ്നാട്ടിലും കരുത്ത് കാണിക്കുക എന്നത് തന്നെയാണ് BJPയുടെ നീക്കം. അതുകൊണ്ട് തന്നെ 2026 യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ വോട്ട് സമ്മാനം എന്താകും എന്നാണ്. നമുക്കും നോക്കാം വിശദമായി. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ടെൻസിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റിനായി കാതോർക്കുകയാണ് രാജ്യം. നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാമത്തെ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ആദായ നികുതി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദായ നികുതി ഘടനയിൽ മാറ്റമുണ്ടാകുമോ എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനങ്ങളും പരിഗണനയും ലഭിക്കുമോ എന്നതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ ബജറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ യൂണിയൻ ബജറ്റിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ 3ാമത്തെ ടേം ആണ്. അതുകൊണ്ട് തന്നെ ഈ 3ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, സാധാരണ നമുക്കറിയാം ഒരു സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നു എന്ന സന്ദേശം നൽകുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് അവതരണമായിരിക്കും ഏതൊരു സർക്കാരിൻ്റെയും തുടക്കത്തിൽ ഉണ്ടാവുക. പിന്നീട് ഏറ്റവും അധികം പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ആ സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ ആയിരിക്കും എന്നതാണ്. ഇതിപ്പോൾ 3ാം മോദി സർക്കാരിൻ്റെ 3ാമത്തെ ബജറ്റ് ആയതുകൊണ്ട് തന്നെ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളില്ല. മുന്നണി ഐക്യത്തോടു കൂടിയാണ് പോകുന്നത്. പ്രതിപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഘടകകക്ഷികളുടെയോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടുള്ള ഒരു ബജറ്റ് തയ്യാറാക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ NDAക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ രീതിയിൽ വലിയ ബാധ്യത സർക്കാരിന് സൃഷ്ടിക്കാത്ത തരത്തിൽ ഇപ്പോഴത്തെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബജറ്റായിരിക്കണം ഈ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അവിടെ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കുറവാണ് എന്നതുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, യൂണിയൻ ബജറ്റിൻ്റെ പ്രസക്തി എന്നത് പലപ്പോഴും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വാർത്തകളിൽ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും, സർവീസുകൾക്ക് മൂല്യം ഉയരുമോ കുറയുമോ എന്നതൊക്കെയാണ്. പക്ഷേ GSTയിലേക്ക് രാജ്യം മാറിയതോടുകൂടി അത്തരം കണക്കുകൾക്ക് പ്രാധാന്യമില്ല. മറിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന വിഹിതം എത്ര, അതോടൊപ്പം തന്നെ ഓരോ പദ്ധതികൾ ഏതൊക്കെ, അങ്ങനെയുള്ള പദ്ധതികളിലേക്കാണ് ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ കണ്ണുനട്ടിരിക്കുന്നത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്നത് നികുതി ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെയാണ്. ആ നികുതി ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്നതാണ്. ഇപ്പോഴിതാ ഈ ബജറ്റ് അവതരണത്തിന് തയ്യാറെടുക്കുകയാണ് ധനമന്ത്രി. ഇനി അല്പം ചില സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി 11 മണിയോടുകൂടിയാണ് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് ധനമന്ത്രി എന്നതാണ്. നമുക്ക് എന്താണ് ഈ ബജറ്റിന്റെ പ്രത്യേകത എന്ന വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ അതായത് മോദി സർക്കാരിന്റെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇന്ന് ഞായറാഴ്ച എന്ന പ്രത്യേകത തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു എന്നതാണ്. ഞായറാഴ്ച പൊതുവെ അവധി ദിവസമാണ്, വിപണികൾ അവധിയുള്ള ദിവസമാണ് എന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് ഈ ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കുക എന്ന നിലയിലേക്ക് തീയതി മാറ്റിയത്. അങ്ങനെ തീയതി മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ബജറ്റ് വരുന്നത്. ചില സംശയങ്ങളുണ്ടായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട് തീയതി മാറുമോ എന്ന്. പക്ഷേ അങ്ങനെ മാറ്റേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. ഇന്ന് വിപണികൾ തുറന്നു പ്രവർത്തിക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ട്. അങ്ങനെ കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കുന്നു എന്ന പുതുമ ഇത്തവണ ഉണ്ട് എന്നതാണ്. മറ്റൊന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 3ാമത്തെ ബജറ്റ് ആണ് എന്നതാണ്. അതിനൊക്കെ അപ്പുറത്ത് ധനമന്ത്രി
ധനമന്ത്രി എന്നത് ഒരു വനിതയാണ് എന്നത് നമുക്ക് അഭിമാനമാണ്. അതോടൊപ്പം ഇതേ ധനമന്ത്രി തന്നെ അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റ് എന്നത് എടുത്തു പറയേണ്ടതാണ്. 7 സമ്പൂർണ്ണ ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും ഇതിനോടകം തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞതാണ്. നിലവിൽ ഈ ബജറ്റ് അവതരണത്തിൽ പി ചിദംബരത്തിനോടൊപ്പം എത്തുന്നു ധനമന്ത്രി എന്നതും എടുത്തു പറയേണ്ടതാണ്. ഒപ്പം മൊറാർജി ദേശായിയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത്. അത് 10 ബജറ്റാണ്. ഒരുപക്ഷെ അടുത്ത തവണ ധനമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ റെക്കോർഡിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, തുടർച്ചയായി 9 തവണ ബജറ്റ് അവതരിപ്പിക്കുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്ന സവിശേഷത കൂടിയാണുള്ളത്. ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള ഒരു ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ബജറ്റിന്റെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്താണ് ചേരുന്നത്. നമുക്ക് കേരളത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെ എന്നത് വിശദമായി പരിഗണിക്കേണ്ടതുണ്ട്. ഇനി അല്പസമയം മാത്രമാണ് ശേഷിക്കുന്നത്. ബജറ്റിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു. അത് രാവിലെ ആരംഭിക്കുന്ന, അതായത് ദിവസങ്ങളോളം ധനകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തയ്യാറാക്കുന്ന ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലൊക്കെ തയ്യാറാക്കുന്ന ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ ഏതുവരെയായി എന്ന് പരിശോധിക്കാം. സജിത്ത്, എന്തായി? ബജറ്റിനെ ഇപ്പോൾ അവതരിപ്പിക്കാൻ ഏതാണ്ട് 45 മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായിട്ടും കേന്ദ്ര ബജറ്റ് 10-15 കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുകയാണ്. മന്ത്രിസഭാ യോഗത്തിൻ്റെ അനുമതി എന്ന സാങ്കേതിക കടമ്പയാണ് ഇനി കടക്കാനുള്ളത്. അതിനുശേഷം ബജറ്റ് അവതരണം 11 മണിക്ക്. രാവിലെ ധനമന്ത്രാലയത്തിൽ നിന്നും നിർമ്മലാ സീതാരാമനും ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് ബജറ്റ് അവതരണത്തിൻ്റെ അനുമതി വാങ്ങി. അതിനുശേഷം ഔദ്യോഗിക നടപടിക്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് വേണ്ടി നിർമ്മലാ സീതാരാമൻ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ മന്ത്രിസഭാ യോഗം ആരംഭിക്കും. മന്ത്രിസഭാ യോഗത്തിൽ ബജറ്റിൻ്റെ അനുമതി വാങ്ങും. സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. അതിനുശേഷമായിരിക്കും ബജറ്റ് അവതരണത്തിലേക്ക് ഇറക്കുക. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള ബജറ്റ് അവതരണം എന്ന പ്രത്യേകതയുണ്ട്. ഒന്ന്, നിർമ്മലാ സീതാരാമൻ എന്ന വനിതാ ധനമന്ത്രി നടത്തുന്ന 9ാമത്തെ ബജറ്റ് അവതരണം, അതുണ്ടാക്കുന്ന പ്രാധാന്യം, ഒരു അവധി ദിവസത്തെ അവതരണം. ഒപ്പം ഈ അവധി ദിവസവും ബജറ്റ് മുന്നിൽ കണ്ട് തീർച്ചയായും സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ അവധി ദിവസമാണ് ബജറ്റ് എന്നതാണ്. ഇത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ബജറ്റിന്റെ പകർപ്പ് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പിന്നീട് സ്വയം നമ്മുടെ ഭരണകർത്താക്കൾ തന്നെ ബജറ്റ് അവതരിപ്പിക്കുകയും അങ്ങനെ ബജറ്റിന് ചില സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മുടെ ധനകാര്യ മന്ത്രാലയം ആണ് ഇതിലെ ഉദ്യോഗസ്ഥർ ആണ് ഈ ബജറ്റ് തയ്യാറാക്കുന്നതിൽ നേതൃത്വം നൽകുന്നത്. അതിനൊക്കെ അപ്പുറത്ത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ആവശ്യകത, രാജ്യത്തിന് ലഭിക്കുന്ന നികുതി, ആ നികുതിയുടെ എത്ര ശതമാനം വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. 15ാം ധനകാര്യ കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത്. ആ ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തന സമയം അവസാനിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ 15ാം ധനകാര്യ കമ്മീഷൻ നൽകിയിട്ടുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്ന അവസാനത്തെ ബജറ്റ് എന്ന പ്രത്യേകത കൂടി ഈ ബജറ്റിനുണ്ട്. അങ്ങനെ ബജറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ധനകാര്യ മന്ത്രാലയത്തിലെ നിരവധിയായ ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം, രാപ്പകലുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, അധ്വാനിക്കുന്നു. അവർക്ക് പിന്നീട് ഹൽവ വിതരണം എന്ന ഒരു ചടങ്ങ്, അതായത് ഈ ബജറ്റിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് മധുരം നൽകുക എന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം പിന്നീട് ഈ ബജറ്റിന്റെ കോപ്പി, നേരത്തെ നമുക്കറിയാം പ്രിന്റ് ചെയ്ത കോപ്പികൾ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ യുഗത്തിൽ ആണ്. അതുകൊണ്ട് തന്നെ ബജറ്റ് പേപ്പർ ബജറ്റ് അല്ല, ഡിജിറ്റൽ ബജറ്റാണ്. അപ്പോൾ അതിൻ്റെ കോപ്പിയാണ് രാഷ്ട്രപതിക്ക് നൽകുന്നത്. അതിനുശേഷം പിന്നീട് ക്യാബിനറ്റ് ഇത് അംഗീകരിക്കുന്ന സാഹചര്യം, അതായത് ക്യാബിനറ്റ് ഈ ബജറ്റ് അപ്രൂവ് ചെയ്യണം. ഇത് അവതരിപ്പിക്കാനും ധനമന്ത്രിക്ക് അനുമതി നൽകുന്ന നടപടിക്രമങ്ങളാണ്. അതൊക്കെ സാങ്കേതികമായ നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളും ഏതാണ്ട് അവസാനിക്കുകയാണല്ലേ സജിത്ത്? ആ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇനി മന്ത്രിസഭാ യോഗം ആരംഭിക്കുകയാണ് അടുത്ത നടപടി. അതിനുശേഷം ബജറ്റ് അവതരണത്തിലേക്ക് കടക്കും. എന്തായാലും വലിയ ഒരുക്കങ്ങൾ, വലിയ പ്രതീക്ഷകളുണ്ട്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട്, എക്കണോമിക് സർവേ റിപ്പോർട്ട് നേരത്തെ തന്നെ സഭയുടെ മുന്നിൽ എത്തേണ്ടതാണ്. പക്ഷേ ഇത്തവണ പാർലമെൻറ്റ് പരിഗണനയ്ക്ക് എക്കണോമിക് സർവേ റിപ്പോർട്ട് എത്തിയിട്ടില്ല എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെയെങ്കിൽ ധനമന്ത്രി ടേബിൾ ചെയ്യാൻ പോകുന്ന ഒരു പക്ഷേ ബജറ്റിനൊപ്പം തന്നെ ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് കൂടിയായിരിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ ബജറ്റ് അവതരണം
അവതരണത്തിന് മുമ്പ് തന്നെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പാർലമെൻറ്റ് പരിഗണനയ്ക്ക് വരുന്നതാണ്, ധനകാര്യ കമ്മീഷൻ്റെ കണ്ടെത്തലുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ളത്. പക്ഷേ അത് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്ന പ്രത്യേകതയുണ്ട്. അത് എന്തായാലും രാജ്യത്തിൻ്റെ ധനസ്ഥിതി നേരത്തെ തന്നെ ജനങ്ങൾക്കും പാർലമെൻറ്റ് അംഗങ്ങൾക്കുമൊക്കെ അറിയാനുള്ള അവസരമുണ്ടായിരുന്നു ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് വഴി. പക്ഷേ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. ബജറ്റിനൊപ്പം തന്നെ അത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ നിർമ്മലാ സീതാരാമൻ ടേബിൾ ചെയ്യാൻ പോകുന്നു ഒരു പക്ഷേ ബജറ്റിനൊപ്പം ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് കൂടിയായിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. രാജ്യം വളർച്ചയുടെ വഴിയിലാണ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം എത്ര കണ്ട് ശരിവെക്കപ്പെടുന്നു ഈ റിപ്പോർട്ടിൽ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒപ്പം കടന്നു പോകുന്ന അതായത് സജിത്ത്, അങ്ങനെയെങ്കിൽ ഈ പ്രതിപക്ഷം ഈ ബജറ്റ് അവതരണ ഘട്ടത്തിലടക്കം വിമർശനം ഉന്നയിക്കുവാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ? സാധാരണ പ്രതിപക്ഷത്തിന് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പൊതുവെ സ്ഥിതിഗതികളും സാഹചര്യവും ഒക്കെ വിലയിരുത്താൻ പറ്റുക. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ പ്രതിഷേധം, സാധാരണ ബജറ്റ് തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാകാൻ പശ്ചാത്തലമില്ല. എങ്കിൽ പോലും സർക്കാർ എന്തൊക്കെയോ മറച്ചു വെക്കുകയാണോ ഒളിച്ചു വെക്കുകയാണോ എന്നൊരു സ്വാഭാവികമായ ചോദ്യം പ്രതിപക്ഷത്ത് നിന്ന് പ്രതീക്ഷിക്കാമല്ലേ? അത് ആ ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരാൻ വഴിയുണ്ട്. കാരണം എക്കണോമിക് സർവേയെ അടിസ്ഥാനമാക്കി രാജ്യത്തിൻ്റെ ധനസ്ഥിതി വ്യക്തമാക്കപ്പെടുകയാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനപ്പുറം രാജ്യത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച കൃത്യമായ കണക്കാണ് ജനത്തിന് മുന്നിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, രേഖാമൂലമുള്ള സ്റ്റേറ്റ്മെൻറ്റായി തന്നെ അവതരിപ്പിക്കപ്പെടുന്നത് ഇക്കണോമിക് സർവേയിലൂടെ. അപ്പോൾ മുൻകാലങ്ങളിൽ സർക്കാരിനൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല ഇക്കണോമിക് സർവേയിൽ. അപ്പോൾ ആ റിപ്പോർട്ട് എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ഉത്തരമുണ്ടാകും. ഒരുപക്ഷേ ഇക്കണോമിക് സർവേയിൽ സർക്കാരിനെ വിമർശിക്കാനുള്ള പഴുതുകളുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് അതൊരു ദിവസം മുമ്പോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ ഉന്നയിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. പക്ഷേ ഈ ബജറ്റ് അവതരണത്തിനൊപ്പം തന്നെ ഒരുപക്ഷേ അത് വരുന്ന സാഹചര്യത്തിൽ അത് ഒന്നിച്ചു പോകുമെന്നതാണ്. അത് സ്വാഭാവികമായും ഉയർത്തി കാട്ടാനുള്ള സാധ്യതകൾ ചെറുതല്ല, ഉയർത്തിക്കാട്ടപ്പെട്ടേക്കാം. എന്തായാലും ബജറ്റിനൊപ്പം തന്നെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് കൂടി ഇന്ന് പാർലമെന്റ് പരിഗണനയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ഒരു വ്യക്തമായ രൂപം ഇതിലുണ്ടാകും. തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ബജറ്റിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് എന്നതാണ്. രാജ്യം എത്ര വളർച്ചയിലേക്ക് പോകുമ്പോഴും രാജ്യത്തിൻ്റെ ഏതൊക്കെ മേഖലകളാണ് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ വളർച്ചയുടെ അനുപാതം ഏത് തരത്തിലാണ്, ഏത് മേഖലയിൽപ്പെട്ടവരാണ് കൂടുതൽ പാപ്പരായി മാറുന്നത്, അത്തരം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുക ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് സംസ്ഥാന സർക്കാരുകളും ഹാജരാക്കുന്ന റിപ്പോർട്ട് തന്നെയാണ്. അതിൽ സജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ ഒരു സംസ്ഥാനത്തിൻ്റെയും ഒപ്പം നമ്മുടെ രാജ്യത്തിൻ്റെയും ഒക്കെ സാമ്പത്തിക ഭദ്രത എത്രത്തോളമുണ്ട്, നമ്മൾ വളർച്ചയിലാണോ തളർച്ചയിലാണോ എന്നതൊക്കെ ആധികാരികമായി മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പോർട്ട് ആണ്. ആ റിപ്പോർട്ട് ഇന്ന് തന്നെ ടേബിൾ ചെയ്യും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും കേരളത്തിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെ എന്നതുകൂടി നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കേരളം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. 29 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ആ ആവശ്യത്തിന്മേൽ ഏതൊക്കെ വിഷയങ്ങൾ പരിഗണിച്ചു, എന്തൊക്കെ അനുഭാവപൂർണമായ നീക്കങ്ങൾ സംസ്ഥാനത്തിനുണ്ടാകും, പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നോക്കാം വിശദമായി ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ വ്യവസായ ഭൂപടത്തിൽ തങ്ങളുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയവർ, കോടികളുടെ ആസ്തിയുള്ളവർ, പുറമേ നിന്ന് നോക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളാലും അനുഗ്രഹീതർ എന്ന് നാം കരുതുന്ന പല വ്യവസായ പ്രമുഖരും ഇന്ന് ഒരു മുഴം കയറിലോ കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള ഒരു ചാട്ടത്തിലോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയിലോ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നത് കേരളത്തെയും ഇന്ത്യയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. കഫേ കോഫിയുടെ ഉടമ VG സിദ്ധാർത്ഥയിൽ തുടങ്ങി ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിൽ എത്തി നിൽക്കുന്ന ഈ ആത്മഹത്യകളുടെ പരമ്പര കേവലം വ്യക്തിപരമായ പരാജയങ്ങളല്ല, മറിച്ച് നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ചും അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്. 2019 VG സിദ്ധാർത്ഥയുടെ മൃതദേഹം നേത്രാവതി പുഴയിൽ കണ്ടെത്തിയപ്പോൾ അത് ഇന്ത്യയെ ഒന്നടങ്കം നടുക്കിയ വാർത്തയായിരുന്നു. ഇന്ത്യയിലെ കോഫി കിങ് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു സാധാരണ സംരംഭകനായിരുന്നില്ല. ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലും ഇന്ത്യയിൽ ഒരു കഫേ സംസ്കാരവും ഉണ്ടാക്കിയെടുത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം എഴുതിയ അവസാന കുറിപ്പിൽ താൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള കടുത്ത പീഡനങ്ങളെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. ഒരു സംരംഭകൻ എന്ന നിലയിൽ താൻ പരാജയപ്പെട്ടു എന്ന അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതം ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ ഭയപ്പെടുത്തി. നികുതി ഭീകരത എന്ന വാക്ക് അന്ന് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. താൻ പടുത്തുയർത്തിയ സാമ്രാജ്യം തകരുന്നത് കാണാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ ആത്മസംഘർഷമായിരുന്നു
പ്രമുഖ വ്യവസായി മലയാളി കൂടിയായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് വ്യവസായ സമൂഹം ഇപ്പോഴും മോചിതരായിട്ടില്ല. ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും മരണത്തെ സംബന്ധിച്ച ദുരൂഹതകൾ ഒക്കെ തുടരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മരണാനന്തര ചടങ്ങുകൾ ആണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ബജറ്റിന്റെ മറ്റു വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കാൻ പോകുന്നു, പൊതുദർശനം തുടരുകയാണ്. അതേസമയം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ അന്വേഷണ സംഘം വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. മരണശേഷവും ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനകൾ തുടർന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്കാര ചടങ്ങ് എപ്പോഴാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? CJ റോയിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണുള്ളത്. അവിടെ 2 മണി വരെയാണ് ഇപ്പോൾ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം വൈകുന്നേരം 3:30 മണിയോടുകൂടി കോറമംഗലയിലെ സഹോദരൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോറമംഗലയിലെ ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബംഗളൂരു ബോറിംഗ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം കോറമംഗലയിൽ എത്തിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് CJ റോയിയുടെ മരണം സംഭവിച്ചത്. അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ബംഗളൂരു കർണാടക സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിലാണ് 2 പ്രധാനപ്പെട്ട ആദായ നികുതി ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും ചില വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയും മറ്റും ചെയ്തത്. ഏതായാലും ആരോപണങ്ങൾ അവർ കഴിഞ്ഞ ദിവസം തന്നെ ആദായ നികുതി വകുപ്പ് പൂർണ്ണമായും നിഷേധിച്ചിരുന്നു. ചോദ്യം ചെയ്യലിലും അത് ആവർത്തിക്കാനുണ്ടായത് റെയ്ഡ് ആയിരുന്നില്ല, മറ്റു ചില രേഖകൾ പരിശോധിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ മാത്രമാണ് റോയിയെ വിളിച്ചു വരുത്തി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അത് റെയ്ഡ് ആയിരുന്നില്ല, അത് മറ്റു ചില രേഖകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരത്തെ പരിശോധിച്ച രേഖകൾ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമായിരുന്നു. ഈ റെയ്ഡ് സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരൊന്നും സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായി തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. CJ റോയിക്ക് ഫോൺ ഉപയോഗിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുമായി സംസാരിക്കാനും മറ്റുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇതിനിടയിൽ മറ്റെന്തെങ്കിലും ഫോൺ കോളുകൾ വന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം അടക്കം അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ഐഫോണുകൾ റോയിയുടെ പക്കൽ ഉണ്ടായിരുന്നു ഈ സമയത്ത്. ഈ 2 ഐഫോണുകളും തുറന്ന് പരിശോധിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പാസ്വേഡുകൾ ലഭ്യമല്ലാത്തതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായിട്ടുള്ളത്. മറ്റ് IT വിദഗ്ധരുടെ അടക്കം സഹായം തേടിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അഭിലാഷ്, മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇനിയും കൂടുതലായി ചോദ്യം ചെയ്യും എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്താനിരിക്കുകയാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. നാളെ വൈകുന്നേരം 4 മണിക്കായിരിക്കും ഈ വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തിൽ ആദായ നികുതി വകുപ്പ് ഡിസംബർ മാസം മുതൽ ആരംഭിച്ച ഈ പരിശോധനകളുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും. നമുക്കറിയാം, കടങ്ങളില്ലാത്ത, ബാങ്ക് ബാധ്യതകളില്ലാത്ത ഒരു ബിസിനസ്മാൻ കൂടിയായിരുന്നു റോയി. സ്വാഭാവികമായും വളരെ പെട്ടെന്ന് ഒരു പ്രകോപനത്തിൻ്റെ പേരിൽ ഇത്തരം ഒരു സംഭവത്തിലേക്ക് റോയി പോകണമെങ്കിൽ അതിന് പിന്നിൽ വളരെ കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകണം. അതെന്താണ് എന്നുള്ള കാര്യമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത്. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴും ഇതിലൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പൊതുദർശനം അവിടെ തുടരുന്ന സാഹചര്യമാണ്. റോയിയെ സ്നേഹിക്കുന്ന, റോയിയുടെ ജീവനക്കാരായിരുന്ന അനവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഒരുപാട് പ്രമുഖരെയും അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്തും
കൊച്ചിയിലും ദുബായിലും മറ്റും നിരവധി ഭവന പദ്ധതികളുള്ള, കേരളത്തിലുടനീളം നിരവധി ഭവന പദ്ധതികളുള്ള ഒരാൾ കൂടിയാണ്. കൊച്ചിയിൽ ഏതാണ്ട് 29ഓളം പ്രോജക്റ്റുകൾ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെതായി ഉണ്ട്. തിരുവനന്തപുരത്ത് അതിൻ്റെ എണ്ണം 25ആണ്. ഇതുകൂടാതെ ദുബായിൽ നിരവധി ബിസിനസ്സുകൾ ഉള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംസ്കാര ചടങ്ങുകളുടെയൊക്കെ കാര്യങ്ങൾക്ക് ശേഷം കുടുംബാംഗങ്ങളുടെ മൊഴി കൂടി പ്രത്യേക അന്വേഷണ സംഘം എടുക്കാൻ തീരുമാനിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ അന്വേഷണം ഒരു തലത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും സഹസ്ര കോടികളുടെ ബിസിനസ് സാമ്രാജ്യമുള്ള റോയിയുടെ ഇത്തരത്തിലുള്ള ഒരു മരണം ബിസിനസ് ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെ ആരും മോചിതരായിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 23,000-ഓളം വരുന്ന ഇടപാടുകാരും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്ന ആവേശത്തിലാണ്. സ്വാഭാവികമായും ഇതിനേക്കുള്ള വ്യക്തത വരാൻ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ് താനും. അഭിലാഷ്, സിജറയുടെ ഭൗതിക ശരീരം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വസതിയിലാണ് പൊതുദർശനം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഒരിടവേള. ഇന്ത്യൻ വ്യവസായ ഭൂപടത്തിൽ തങ്ങളുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയവർ, കോടികളുടെ ആസ്തിയുള്ളവർ, പുറമേ നിന്ന് നോക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളാലും അനുഗ്രഹീതർ എന്ന് നാം കരുതുന്ന പല വ്യവസായ പ്രമുഖരും ഇന്ന് ഒരു മുഴം കയറിലോ കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള ഒരു ചാട്ടത്തിലോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയിലോ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നത് കേരളത്തെയും ഇന്ത്യയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. കഫേ കോഫിയുടെ ഉടമ VG സിദ്ധാർത്ഥയിൽ തുടങ്ങി ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിൽ എത്തി നിൽക്കുന്ന ഈ ആത്മഹത്യകളുടെ പരമ്പര കേവലം വ്യക്തിപരമായ പരാജയങ്ങളല്ല, മറിച്ച് 2026 കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 11 മണിയോടുകൂടിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ 9ാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. അവിടെ തീർച്ചയായും കേരളം എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഇനി നമ്മൾ പ്രത്യേകിച്ച് വിശദമായി തന്നെ പരിശോധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വിവിധ ചർച്ചകൾക്ക് ശേഷം കേരളം ചില ആവശ്യങ്ങൾ, ഏതാണ്ട് 29 ആവശ്യങ്ങൾ ആണ് കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരളം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിന് അടിസ്ഥാനമായി കേരള സർക്കാർ പറയുന്നത് GST സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ ഉണ്ടായ വലിയ ബുദ്ധിമുട്ട്, അതായത് ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൻ്റെ വരുമാനം കുറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ നികുതി വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനം കേന്ദ്രം കൈയടക്കുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക പാക്കേജ് വേണ്ടതുണ്ട്. അതോടൊപ്പം കടമെടുപ്പ് പരിധിയിൽ അടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുകൊണ്ട് സംസ്ഥാനത്തിന് കടമെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളത്തിന് നൽകണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. പിന്നീട് ഇങ്ങോട്ട് വികസന പദ്ധതികൾ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കേരളം കാതോർക്കുകയാണ്. മറ്റൊന്ന് റെയർ എർത്ത് ഇടനാഴി എന്നതാണ്. അത് പ്രധാനമായും നമ്മുടെ തീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കൊല്ലം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള തീരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ്. അതിൽ തന്നെ ഈ കരിമണൽ ഖനനം പോലെയുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആവശ്യം ആണ് റെയർ എർത്ത് ഇടനാഴിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന് ഡിഫൻസ് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ഡിഫൻസ് ഇടനാഴിയും കേരളത്തിന് അനുവദിക്കണം എന്ന ആവശ്യം ഉയർത്തുന്നുണ്ട്. ഒപ്പം നമ്മുടെ തോട്ടം മേഖലയ്ക്ക് എന്താണ് നൽകാൻ പോകുന്നത്, അതായത് കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ തോട്ടം തൊഴിലാളികൾ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. റബ്ബർ കർഷകർക്ക് അവരുടെ റബ്ബറിൻ്റെ വില ഉയർത്തണം എന്ന ആവശ്യമുണ്ട്, താങ്ങുവില ഉയർത്തണം എന്ന ആവശ്യമുണ്ട്, നെൽ കർഷകരുടെ ആവശ്യങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് തോട്ടം മേഖലയ്ക്ക് എന്താകും ഇത്തവണ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുക എന്നതാണ്. കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊന്നാണ് വന്യജീവി ആക്രമണം എന്നത്. ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്ന് കേരളം കാതോർക്കുകയാണ്. ഒപ്പം വിളനാശത്തിന് നമുക്കറിയാം പല വിളകൾക്കും കേന്ദ്ര സർക്കാർ വിളനാശം കാലാവസ്ഥ അനുകൂലമാകാത്ത പശ്ചാത്തലത്തിൽ ഒക്കെ വിളനാശം സംഭവിക്കുമ്പോൾ കേരളം
കേരളത്തിന് ലഭിക്കുന്ന തുക, ഇവിടുത്തെ പണിക്കൂലി, കർഷകന്റെ ദിവസ വരുമാനം ഇതൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവ് എന്ന ഒരു വിലയിരുത്തലുണ്ട്. എന്തായാലും വിളനാശത്തിന് വേണ്ടിയൊക്കെ പ്രത്യേകമായ പാക്കേജ് കേന്ദ്രം അനുവദിക്കുമോ എന്നതും കാർഷിക മേഖല ഉറ്റുനോക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് ആരോഗ്യരംഗത്തെ മാറ്റമാണ്. ആരോഗ്യരംഗത്ത് നമ്മൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് തന്നെ പറയുമ്പോഴും സംസ്ഥാനത്ത് ഇപ്പോഴും ഒരു എയിംസ് ഇല്ല എന്നത് വലിയ പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയെങ്കിലും എയിംസ് പ്രഖ്യാപിക്കുമോ എന്നതും കേരളം ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഗതാഗത രംഗത്ത് വലിയ മുന്നേറ്റം ഇപ്പോൾ കേരളം നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ദേശീയപാതകൾ അടക്കം കടന്നു വന്നതോടുകൂടി. അതേസമയം റെയിൽ മേഖലയിൽ ഇത്തവണ ഒരു പക്ഷേ വലിയ പ്രഖ്യാപനങ്ങൾ കേരളം പ്രതീക്ഷിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് അതിവേഗ റെയിൽ എന്ന ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരനെ ഇപ്പോൾ തന്നെ ചുമതലപ്പെടുത്തിയെന്ന് ശ്രീധരൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ അതിവേഗ റെയിലിന് തുക അനുവദിക്കുമ്പോൾ അതോടൊപ്പം കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ കഴിഞ്ഞ ബജറ്റിൽ KN ബാലഗോപാൽ മറ്റൊരു സിൽവർ ലൈന് പകരമായുള്ള ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്ന റെയിൽ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിന് കേന്ദ്രം പച്ചക്കൊടി കാണിക്കുമോ, അതിന് തുക അനുവദിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ആയിരിക്കും കേന്ദ്രം അനുവദിക്കാൻ പോവുക, എന്തൊക്കെ പ്രൊജക്റ്റുകളോട് പദ്ധതികളോട് പച്ചക്കൊടി കാണിക്കും എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, കേരളം നേരത്തെ തന്നെ 29 ആവശ്യങ്ങൾ ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേക പാക്കേജ്, വിഴിഞ്ഞം, ശബരി റെയിൽ, തോട്ടം മേഖല, റബ്ബർ കർഷകർ, അങ്ങനെ എല്ലാ മേഖലയെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. കേരളം എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്? ബജറ്റ് അവതരണത്തിന് മിനിറ്റുകൾ മാത്രം ശേഷിക്കെ. പക്ഷേ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ, 29 ആവശ്യങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ പലതും കഴിഞ്ഞ 10-20 വർഷമായി ആവശ്യങ്ങളായി തന്നെ തുടരുന്നതാണ്. അത് ഇനി കേരളത്തിലെ എയിംസിൻ്റെ പ്രഖ്യാപനമായാലും കേരളത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 1ാം UPA സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ കേരളത്തിൽ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും എയിംസ് പ്രഖ്യാപിച്ചേക്കും എന്നുള്ള പ്രതീക്ഷ വരികയും കേരള സർക്കാർ അത് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. 10 വർഷത്തെ UPA ഭരണം കഴിഞ്ഞു, NDA കയറി, NDA വന്ന് അവരിപ്പോൾ 12ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ വന്ന് എയിംസ് വരും കേട്ടോ എന്നും പിന്നെ മറ്റ് ചില മോശപ്പെട്ട രീതിയിലുമൊക്കെ മറ്റേ മോനെ എന്നൊക്കെ പറഞ്ഞൊക്കെ എയിംസ് വരുമെന്നൊക്കെ അടക്കം പറയുന്നുണ്ട്. ഇക്കുറിയെങ്കിലും അതൊക്കെ കൊണ്ട് എയിംസ് വരുമായിരിക്കും, എയിംസ് പ്രഖ്യാപിക്കുമായിരിക്കും എന്ന്, അല്ലെങ്കിൽ കേരളത്തിന് അങ്ങനെ ഒരു എയിംസ് സാധ്യമാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ കേരളത്തിലുണ്ട്. അതുപോലെ നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച പോലെ ശബരി പാതയൊക്കെ അതൊക്കെ എത്രയോ വർഷമായി പലപ്പോഴും ഏതെങ്കിലും ചെറിയ ഒരു പേരിന് വേണ്ടി മാത്രം എന്നതിനപ്പുറത്തേക്ക് ആ പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടിയുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര കാലവും ഉണ്ടായിട്ടില്ല. ഈ കുറിയെങ്കിലും അങ്ങനെ ഒരു നീക്കം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിന് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തൊട്ടു മുന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 പ്രധാനപ്പെട്ട വലിയ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, അത് ബംഗാളാണ് ഒന്ന്. അവിടെ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം 40 ലോക്സഭാ സീറ്റുകളുള്ളതാണ്, 39 ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാടാണ്, 20 ലോക്സഭാ സീറ്റുകളുള്ള കേരളം. അങ്ങനെ ഈ 3 സംസ്ഥാനങ്ങൾ, 20-ന് മേൽ സീറ്റുകളുള്ള 3 പ്രധാന സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 3 സംസ്ഥാനങ്ങളുടെയും പ്രത്യേകത, ഇവിടെ 3ഇടത്തും BJP ഇതര സർക്കാരുകളാണ് ഈ 3 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത്. അതിൽ ഈ 3ഇടത്തും നിർണായക സ്വാധീന ശേഷിയായി മാറണം എന്ന് BJP കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള അത്തരം ചില നീക്കങ്ങൾ, പ്രത്യേകിച്ച് ബംഗാളിനെയൊക്കെ സംബന്ധിച്ച് മമതാ ബാനർജിയുമായി നിരന്തരമുള്ള പോരാട്ടമൊക്കെ നടക്കുകയും ബംഗാളിൽ BJP ഒരു വലിയ സാധ്യതയൊക്കെ എപ്പോഴും കാണുന്നുണ്ട്. അത് അങ്ങനെ ദീർഘകാലം കൊണ്ടല്ല, അല്ലാതെ തന്നെ ബംഗാളിൻ്റെ BJPക്ക് മറിയാനുള്ള സാധ്യതയൊക്കെ അവർ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെ അവിടെയൊക്കെ അത്തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കേരളവും അതിൽ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പാണ്, പ്രത്യേകിച്ച് റബ്ബറിൻ്റെ വിലയുടെ കാര്യത്തിലൊക്കെ റബ്ബർ കർഷകർക്ക് വേണ്ടി കേരളത്തിലെ ക്രൈസ്തവ സഭകളും കേന്ദ്ര സർക്കാരുമായും അല്ലെങ്കിൽ BJPയുമായിട്ടുള്ള അടുപ്പം, അങ്ങനെ ആ അടുപ്പവും ആ സമയത്ത് റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ക്രൈസ്തവ സഭകൾക്കെങ്കിലും ഞങ്ങൾക്ക് BJPയുമായി എടുക്കുന്നതിന് ഒരു പരിധിവരെ ന്യായീകരണമായി നിർത്താവുന്നതാണ്. നേരത്തെ ഒരു സഭാ തലവൻ തന്നെ പറഞ്ഞതാണ്, 300 രൂപയാക്കാൻ ആരും 300 രൂപയാക്കിയാലും അവർക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പരസ്യമായി തന്നെ പറഞ്ഞതാണ്. എന്തായാലും അത്രത്തോളം ഉയർത്തുക എന്നുള്ളതൊക്കെ ഏറെക്കുറെ അസാധ്യമാണ് എങ്കിൽ പോലും അത്തരത്തിലൊരു വർധന, അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള ചില പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനം. വിഴിഞ്ഞം തുറമുഖം കേന്ദ്ര സർക്കാരിന് കൂടി പ്രത്യേകമായി താല്പര്യമുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം അദാനി പോർട്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനം ഇനി നിരവധി നടക്കാനുണ്ട്. റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, അവിടെ അനുബന്ധ ഹബ്ബുകളുടെ നിർമ്മാണമൊക്കെ, ആ തുറമുഖത്തേക്ക് കൂടുതൽ കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അനുബന്ധ വികസന മേഖലയിലേക്കാണ് വലിയ തോതിലേക്കുള്ള പണം ഒഴുകേണ്ട, അല്ലെങ്കിൽ അടിസ്ഥാന വികസന മേഖലയിലേക്കൊക്കെ വലിയ തോതിൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അത്തരം വികസന പദ്ധതികളിലൊക്കെ കേരളം സ്വാഭാവികമായും
പ്രതീക്ഷ വെക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനുള്ള ഒരു സവിശേഷമായ താല്പര്യം അത് കേരളത്തിന് ഗുണകരമായി വരും എന്നൊരു പ്രതീക്ഷ കൂടി കേരളത്തിനുണ്ട്. എന്തായാലും മുൻകാലങ്ങളിലെ പോലെ ഓരോ സംസ്ഥാനത്തിനായി പ്രത്യേകം പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന രീതി അത് മുൻകാലങ്ങളിലൊക്കെ ബഡ്ജറ്റിലുണ്ടായത് പിന്നീട് കഴിഞ്ഞ കുറച്ചു കാലമായി അങ്ങനെയുള്ള ഒരു രീതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോക്കം പോകുന്നത്. തീർച്ചയായും അത് കിരൺ സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായ പ്രഖ്യാപനങ്ങൾ എന്ന നിലയിലൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ചില പ്രൊജക്റ്റുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ചില സ്കീമുകളിലൊക്കെ ഉൾപ്പെടുന്ന സ്മാർട്ട് സിറ്റി പോലെയുള്ള പ്രൊജക്റ്റുകൾ, അങ്ങനെയൊക്കെയുള്ള പ്രൊജക്റ്റുകളിൽ ഈ നഗരങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തിരുവനന്തപുരമാണ് അങ്ങനെ ഒരു പ്രതീക്ഷ പുലർത്താവുന്ന നഗരം. കാരണം തിരുവനന്തപുരം ഇപ്പോൾ BJP ആണ് അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത്. BJP തന്നെ അവകാശപ്പെടുന്നത് ഇൻഡോർ മാതൃകയിൽ ഉള്ള വൃത്തിയുള്ള നഗരമാക്കി മാറ്റും എന്നതാണ്. അതിനിടെയാണ് ഇൻഡോറിൽ കുടിവെള്ളം മാലിന്യം കലർന്ന് അവിടെ ആളുകൾ മരണപ്പെട്ടതൊക്കെ വാർത്തകളിൽ നിറഞ്ഞത്. പക്ഷേ ക്ലീൻ സിറ്റി അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ, ആ പദ്ധതികളിലേക്ക് ചില പേരുകൾ കടന്നു വരുവാനുള്ള സാധ്യതകൾ, ചില പ്രഖ്യാപനങ്ങൾ രാജ്യവ്യാപകമായി ഉണ്ടാകുമ്പോൾ അതിൽ ചില പോക്കറ്റുകൾ കേരളത്തിൽ നിന്ന് എന്ന നിലയിൽ അങ്ങനെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അഭിലാഷ് പറഞ്ഞു തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഓരോ നഗരത്തിനായി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനായി പ്രത്യേകം പദ്ധതി പ്രഖ്യാപിക്കുക, ആ ഒരു രീതി കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ സ്വീകരിക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരം അടക്കം ഏതൊക്കെ നഗരങ്ങളെയാണോ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് ആ പദ്ധതികൾ, ആ നഗരങ്ങൾക്ക് അനുയോജ്യമായ തരത്തിലേക്ക് ചില പദ്ധതികൾ, പൊതു പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഈ സർക്കാർ സ്വീകരിക്കുന്ന ഒരു നയം അങ്ങനെ തന്നെയാണ്. ഒരു നഗരത്തിനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനോ പ്രത്യേകമായി പദ്ധതി പ്രഖ്യാപിക്കാതെ എവിടെയൊക്കെ ഇപ്പോൾ ഒരു പോസ്റ്റിന് ആര് വരണം എന്ന് നമ്മൾ എടുക്കാൻ താല്പര്യമുള്ള ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യത ആ പോസ്റ്റിനുള്ള മാനദണ്ഡമായി നിശ്ചയിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംവിധാനമാണത്. അങ്ങനെ ചില മാനദണ്ഡങ്ങളോടുകൂടി പദ്ധതികൾ പ്രഖ്യാപിക്കുക. അപ്പോൾ സ്വാഭാവികമായി അത്തരം നഗരങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുകയും ഒക്കെ ചെയ്യും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് BJPക്ക് കേരളത്തിൽ വളർച്ചയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയായിട്ടാണ് തിരുവനന്തപുരത്തെ കാണുന്നത്. തിരുവനന്തപുരം നഗരസഭ പിടിച്ച, അവർ ഗുജറാത്തിൽ അഹമ്മദാബാദ് നഗരസഭ പിടിച്ചു, അതിനുശേഷം പിന്നീട് ഗുജറാത്ത് പിടിച്ചു എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരം പിടിച്ചിട്ട് പിന്നീട് ഇനി കേരളം പിടിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു പ്രതീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദമാണ് BJP ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും തിരുവനന്തപുരം നഗരത്തെ കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വികസനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ, അത് പൊതുവായിട്ടുള്ള പ്രഖ്യാപനത്തിൽ തിരുവനന്തപുരത്തെ കൂടി ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തിരുവനന്തപുരത്ത് വന്നതാണ്. അന്ന് തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങളടങ്ങിയ ഒരു പദ്ധതിയുടെ രൂപരേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. കേരളത്തിൽ ആദ്യമായി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭ എന്ന് പറയാവുന്ന തിരുവനന്തപുരം നഗരസഭ BJPക്ക് അധികാരം കിട്ടുന്നു. അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും അത് BJPക്ക് കേരളത്തിലെ മുന്നോട്ട് അവർ ലക്ഷ്യം കൊണ്ടുവന്ന അവരുടെ ലക്ഷ്യത്തിന് അത് വിലങ്ങുതടിയാവും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ BJP നേതാക്കളും ഒക്കെ നിൽക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട BJP നേതാക്കളൊക്കെയും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇനി വരാൻ പോകുന്നത്, ഇപ്പോഴത്തെ സർക്കാരായാലും ഇനി വരാൻ പോകുന്ന സർക്കാരായാലും കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ആ വിഹിതം, ഈ വിഹിതത്തിൻ്റെ ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കേരളത്തിൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിവിധ കേന്ദ്ര പദ്ധതികൾക്കൊക്കെ ഒരു കാലത്ത് 90-10 എന്നുള്ളതായിരുന്നു ശതമാനമെങ്കിൽ അതിപ്പോൾ 60-40 എന്ന തരത്തിലേക്ക് അടക്കം മാറിയിട്ടുണ്ട്. 90% കേന്ദ്രവും 10% എന്ന് പറയുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് ഈ ഭൂമിയുടെ വിലയായിട്ടൊക്കെ കണക്കാക്കി, അല്ലെങ്കിൽ കാര്യമായ ചിലവില്ല. ഒരു കേന്ദ്ര പദ്ധതി പ്രഖ്യാപിച്ചാൽ എല്ലാ സംസ്ഥാനവും ആവേശപൂർവ്വം ഏറ്റെടുക്കുന്നത് അത് കേന്ദ്ര പദ്ധതി പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നടപ്പാക്കുമെന്നുള്ളതുകൊണ്ടാണ് 10% എന്നുള്ളൊരു നാമമാത്രമായ തുക മാത്രമേ. ഇപ്പോഴങ്ങനെയല്ല. സംസ്ഥാനങ്ങൾക്ക് പലപ്പോഴും കേന്ദ്ര പദ്ധതികൾ ചോദിക്കാൻ അവർക്ക് പല സംസ്ഥാനങ്ങൾക്കും സ്വന്തമായി വലിയ വരുമാനമില്ലാത്ത സംസ്ഥാനമാണെങ്കിൽ അവർക്ക് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കുള്ളിൽ ഒരു ഭയം കൂടിയുണ്ട്. ഈ പദ്ധതി അനുവദിച്ചാൽ ഞങ്ങൾ കൂടി പൈസ ചിലവാക്കേണ്ടി വരും, അതിനുവേണ്ടി ചിലവാകേണ്ട ഭീമമായ തുക, ഇതൊക്കെ പലപ്പോഴും സർക്കാരുകളൊക്കെ അതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കടക്കം, അത്തരം ധനമന്ത്രിമാർക്കടക്കം അത്തരം ചില ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. തീർച്ചയായും അതാണ് കിരൺ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടക്കം വലിയ മാറ്റങ്ങൾ ആണ് സംസ്ഥാനങ്ങൾക്ക് ബാധകമാകുന്നത് എന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതത്തിൽ തന്നെ കാതലായ മാറ്റം വരുന്നു, അതിൻ്റെ പേര് മാറ്റുന്നു, ഘടന മാറ്റുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. തീർച്ചയായും നമ്മളൊന്ന് വിശദമായി പരിശോധിക്കേണ്ട ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ കിരൺ ബാബു പറഞ്ഞു വെക്കുന്നത്. അത് എന്ത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. അതായത് നമുക്കറിയാം, സംസ്ഥാനം, അതായത് കേന്ദ്ര സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റ് അവതരണത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കുവാനുള്ള തുക അത് പ്രധാനമായും ലഭിക്കുന്നത് നികുതി വരുമാനങ്ങളിൽ നിന്നാണ്. നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം നികുതി നൽകിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ നികുതി ഘടന വ്യത്യസ്തമാണ്. ഓരോ വ്യക്തികളും നികുതി നൽകുന്നുണ്ട്. അത് ആദായ
ത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്ഥാപനങ്ങൾ നികുതി നൽകുന്നുണ്ട്. സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം നികുതി നൽകിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ നികുതി വരുമാനത്തിൻ്റെ 58% പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ചെലവഴിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിന് ചെലവാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുക കണ്ടെത്തുന്നത് ഈ നികുതി വരുമാനത്തിൽ നിന്നാണ്. നികുതിയേതര വരുമാനവും സർക്കാരുകൾക്കുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനം നികുതിയാണ്. ആ വരുമാനത്തിൻ്റെ 58% കേന്ദ്രം ചെലവാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുക എന്നത് 42%. ഇവിടെയാണ് കിരൺ സൂചിപ്പിച്ചത്. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കടക്കം ഇതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭിക്കേണ്ട നികുതി വിഹിതം എന്നത് 42% എന്നതിൽ നിന്ന് 50% ഉയർത്തണം. അതായത് ആകെ ലഭിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ 50% കേന്ദ്രം എടുത്തുകൊള്ളട്ടെ, ബാക്കി 50% സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി നൽകണം എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത്. ഈ ആവശ്യം കേരളവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നതുകൂടി നമ്മളൊന്ന് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന 42% തുക, ആ തുകയിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ അനുപാതത്തിലാണ് ലഭിക്കുക എന്നതാണ്. അവിടെ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിലും കേരളം സാമൂഹ്യ സുരക്ഷയിലും സാമ്പത്തിക രംഗത്തും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിലും കേരളത്തിന് അനുവദിക്കപ്പെടുന്ന തുക എന്നത് തുലോം തുച്ഛമാണ് എന്നതാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. അതായത് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ലഭിക്കുന്നത് ഈ 42%-ൻ്റെ 2% താഴെ മാത്രം എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. 1.9% എന്ന ഡേറ്റയാണ്. ആ കണക്കാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. 42%-ൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നതാണ്. അവിടെയാണ് കേരളം ത്തിന് ലഭിച്ചത് 1.97%. ഇനി നമ്മൾ അടുത്ത ഡേറ്റയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട തുക, അതായത് ഈ ഡേറ്റയിൽ മുൻ വർഷത്തിൽ ലഭിച്ച തുക എത്രയാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വർഷം ലഭിച്ച തുക എത്രയാണ്, ഇനി കേരളം പ്രതീക്ഷിക്കുന്നത് എത്രയാണ് എന്നുള്ളതാണ്. നിലവിൽ 1.9% ലഭിച്ചത് എങ്കിൽ അത് 2% മുകളിലേക്ക് ഉയർത്തണം എന്ന് കേരളം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെടാൻ കാരണം ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ലഭിച്ച തുക, അതായത് ബജറ്റിൽ വകയിരുത്തിയ തുക എന്നത് 7,000 കോടി രൂപയായിരുന്നു. അതിനു മുമ്പ് ഉണ്ടായിരുന്ന സാമ്പത്തിക വർഷത്തിൽ അത് 13,000 കോടി രൂപയായിരുന്നു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 26,000 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്. അത്രയെങ്കിലും തുക ഈ ബജറ്റിൽ അനുവദിച്ചാൽ അത് കേരളത്തിന് വലിയ ആശ്വാസമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെങ്ങനെയാണ് ലഭിക്കുക, അതുകൂടിയാണ് നമ്മൾ അടുത്ത ഡേറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേവലം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നീക്കമോ മാത്രമായി നമുക്കിതിനെ വിലയിരുത്താൻ സാധിക്കില്ല. അതായത് BJP ഇതര സംസ്ഥാനമാണല്ലോ, BJP ഇതര മുന്നണികൾ ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നതുകൊണ്ട് മാത്രം അവർക്ക് തുക നൽകുന്നില്ല എന്ന് നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷനുകളെ, അതായത് നികുതിയും ഗ്രാൻറ്റും ഉൾപ്പെടെ തീരുമാനിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു കമ്മീഷൻ ഉണ്ട് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അങ്ങനെ 15ാം ധനകാര്യ കമ്മീഷൻ ആണ് 2021 മുതൽ ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര വിഹിതം നൽകണം എന്ന് തീരുമാനിക്കുന്നത്. ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി ഇത്തവണ അവസാനിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി അടുത്ത ഏപ്രിൽ 1 മുതൽ പുതിയ 16ാം ധനകാര്യ കമ്മീഷൻ ആണ് ഈ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ശതമാനം തുക ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 15ാം കമ്മീഷൻ കാര്യമായി കേരളത്തെ സഹായിച്ചില്ല എന്നതാണ് കേരളത്തിൻ്റെ ഒരു വിമർശനം. അടുത്ത കമ്മീഷൻ 16ാം കമ്മീഷൻ എങ്കിലും ആ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം. ഇങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് ഉള്ള നികുതി വരുമാനത്തിൻ്റെ എത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക എന്നതാണ്. ഒരു പക്ഷേ ഈ നികുതി ഘടനയിൽ ചെറിയൊരു മാറ്റം, അതായത് ചെറിയൊരു പെർസെൻറ്റേജ് മാറിയാൽ പോലും കോടിക്കണക്കിന് രൂപയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കിരൺ തുടരുന്നുണ്ട്. കിരൺ, എന്തായാലും കേരളം പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഏതാണ്ട് ഒരു 26,000 കോടിയോളം വിഹിതമായി ലഭ്യമാകും എന്നതാണ്. അതിനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ടോ?
അഭിലാഷേ, നമുക്ക് ഈ നേരത്തെ കേരളത്തിന് കാലക്രമേണ ലഭിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര നികുതിയിൽ കേരളത്തിൽ ലഭിച്ച വിഹിതത്തിൻ്റെ ഒരു കണക്കുകൂടി നമുക്ക് വായിക്കാം. അപ്പോൾ കേരളത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറവ് കേരളം നിരന്തരം ഉന്നയിക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടും. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 95 മുതൽ 2000 വരെയുള്ള കാലത്ത് 3.875% കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര നികുതിയിൽ നിന്നുള്ള കേരളത്തിൻ്റെ വിഹിതം. 11ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 2000 മുതൽ 2005 വരെ 3.057%. അവിടെ തന്നെ ഏകദേശം ഒരു 0.8% കുറവ് അവിടെ ഉണ്ടായി. 12ാം ധനകാര്യ കമ്മീഷൻ വന്നത് 2005 മുതൽ 2010 വരെയുള്ള കാലമാണ്. അത് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് അവിടെയും കുറഞ്ഞു. അവിടെ മുൻ 5 വർഷത്തിലുണ്ടായിരുന്ന 3.05 നിന്ന് 2.66% കുറഞ്ഞു. അവിടെയും ഏകദേശം ഒരു 30.34% കുറവുണ്ടായി. 13ാം ധനകാര്യ കമ്മീഷൻ 2010 മുതൽ 2015 വരെ, അതും യു പി എ സർക്കാരിൻ്റെ കാലമായിരുന്നു. അവസാനത്തെ ഒരു വർഷം ഒഴികെ യു പി എ സർക്കാരിൻ്റെ കാലം തന്നെയായിരുന്നു. 2.34 നിന്ന് 2.66 നിന്ന് 3.41 0.18% കുറഞ്ഞു. 14ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 2015 മുതൽ 2020 വരെയുള്ള കാലത്ത്, അപ്പോൾ ആ ഘട്ടത്തിൽ നികുതി കേരളത്തിൻ്റെ വിഹിതം 2.341% നിന്ന് 2.5% ഉയർന്നു. യഥാർത്ഥത്തിൽ അവിടെ ശതമാനം ഉയരുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ആലോചിക്കണം. നികുതി ഘടനയിൽ സമൂലമായ മാറ്റം പ്രാബല്യത്തിൽ വന്ന സമയം കൂടിയായിരുന്നു അത്. GST പുതിയ നികുതി സംവിധാനങ്ങളിലേക്ക് വരുന്നു. സംസ്ഥാനങ്ങൾക്ക് തനതായി പിരിച്ചെടുക്കാനുള്ള നികുതി സംവിധാനങ്ങളിലേക്ക് മാറ്റം വരുന്നു. അവിടെയാണ് ഈ ഉയർച്ച ഉണ്ടായത്. പക്ഷേ വീണ്ടും 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വരുമ്പോഴേക്കും 2021 മുതൽ 2026 വരുമ്പോൾ അത് 1.925 ചരിത്രത്തെ കഴിഞ്ഞ ഒരു 10-25 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 95 മുതൽ 2025 വരെയുള്ള 30 വർഷത്തെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ കുറവാണ്. 3.87% ഉണ്ടായിരുന്നത് 1.925% വന്നു. കേരളത്തിൻ്റെ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയതും ഉയർന്ന പ്രതിശീർഷ വരുമാനം തുടങ്ങി കേരളം വിവിധ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ, ആ നേട്ടങ്ങളൊക്കെയാണ് കേരളത്തിന് പലപ്പോഴും വീഴ്ചയായി വന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ പല കണക്കുകളുമൊക്കെ നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ നിരന്തരം രാഷ്ട്രീയമായ പോരും, അത് കോടതിയിലടക്കമെത്തുന്ന നിയമ പോരാട്ടവും ഒക്കെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം കാലാകാലങ്ങളായി ഈ സംസ്ഥാനത്ത് വിവിധ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ പല മേഖലയിലും കേരളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ എന്ത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേരണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യം എന്ന കൈവരിച്ചൊരു സംസ്ഥാനമാണ്. അത് കാലങ്ങളായി കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അത്തരം വികസനത്തിലേക്ക്, വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമൊക്കെ അത്തരം ഒരു പ്രവണതയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത്തരം വികസനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ആ മേഖലയിലൊക്കെ ആ തരത്തിലേക്കുള്ള വികസനം കേരളത്തിന് എത്തിക്കഴിഞ്ഞു എന്ന് പറയാം. സ്വാഭാവികമായും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ, തീർച്ചയായും അതാണ് ഒരുപക്ഷെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വികസനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഭൂവിസ്തൃതി, ജനസംഖ്യ, ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്തടക്കം കേരളത്തിന് ഉണ്ടായിരുന്ന ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത, അതോടൊപ്പം തന്നെ കുറഞ്ഞ ജനസംഖ്യ, ഇങ്ങനെ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഭൂപ്രദേശം വലിയ തോതിൽ വളർച്ച കൈവരിച്ചിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെങ്കിൽ പലപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അതിന് ആനുപാതികമായ വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നില്ല. അതിന് ഒട്ടേറെ കാര്യങ്ങൾ ഘടകമായുണ്ട്. അതിൽ പ്രകൃതി ദുരന്തങ്ങൾ പോലും പല സംസ്ഥാനങ്ങളെയും തുടർച്ചയായി പിന്നോട്ടടിക്കുന്ന സാഹചര്യമുണ്ട്. വലിയ തോതിലുള്ള ജനസംഖ്യ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകേണ്ടത് എന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിഹിതം ഇപ്പോഴും കേരളത്തിന് കുറയുന്നു എന്ന പരാതി കേരളവും ഉന്നയിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെയൊരു ബാലൻസിംഗ് ബജറ്റ് ആയിരിക്കുമോ ഇത്തവണ അവതരിപ്പിക്കാൻ പോകുന്നത്? അതിനപ്പുറത്ത് സംസ്ഥാനങ്ങൾക്ക് കൂടുതലായ വിഹിതം നൽകുമോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് പശ്ചിമബംഗാളിൽ അടക്കം BJP പ്രതീക്ഷയർപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് കൂടുതൽ തുക ഈ സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കുമോ? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എപ്പോഴും വികസന കാര്യങ്ങളിൽ പിന്നിൽ നിൽക്കുന്ന, ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകൾ ഉള്ള, പ്രതിസന്ധികൾ നേരിടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് എന്തൊക്കെ? ഇതെല്ലാം ഈ ബജറ്റിൽ പൊതുവെ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് ആ ബജറ്റ് വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ വ്യവസായ ഭൂപടത്തിൽ തങ്ങളുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയവർ, കോടികളുടെ ആസ്തിയുള്ളവർ, പുറമേ നിന്ന് നോക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളാലും അനുഗ്രഹീതർ എന്ന് നാം കരുതുന്ന പല വ്യവസായ പ്രമുഖരും ഇന്ന് ഒരു മുഴം കയറിലോ
കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള ഒരു ചാട്ടത്തിലോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയിലോ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നത് കേരളത്തെയും ഇന്ത്യയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. കഫേ കോഫിയുടെ ഉടമ VG സിദ്ധാർത്ഥയിൽ തുടങ്ങി ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിൽ എത്തി നിൽക്കുന്ന ഈ ആത്മഹത്യകളുടെ പരമ്പര കേവലം വ്യക്തിപരമായ പരാജയങ്ങളല്ല, മറിച്ച് നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ചും അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്. 2019 VG സിദ്ധാർത്ഥയുടെ മൃതദേഹം നേത്രാവതി പുഴയിൽ കണ്ടെത്തിയപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം പൊതുബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണ്. അങ്ങനെ റെക്കോർഡ് ഇടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തുടർച്ചയായി 9 ബജറ്റുകൾ അവതരിപ്പിക്കുന്നു എന്ന ബജറ്റുണ്ട്. ഏറ്റവും കൂടുതൽ ബജറ്റ് 10 തവണ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടേത് ആണ് എങ്കിൽ ആ ചരിത്ര നേട്ടത്തിനരികെ എത്തി നിൽക്കുന്നു 9ാമത്തെ ബജറ്റ് അവതരണത്തിൽ എന്നുള്ളതാണ്. സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബജറ്റ് അവതരണത്തിന് തയ്യാറെടുക്കുകയാണ്. നേരത്തെ രാഷ്ട്രപതി ഭവനിൽ എത്തി രാഷ്ട്രപതിയെ നേരിൽ കണ്ട് ബജറ്റ് അവതരണത്തിനുള്ള അനുമതി വാങ്ങിയിരുന്നു. പിന്നീട് 10:15 കേന്ദ്ര ക്യാബിനറ്റ് ആരംഭിച്ചിട്ടുള്ളത്. ക്യാബിനറ്റ് ആണ് ഈ ബജറ്റ് അവതരണത്തിന് അപ്രൂവ് ചെയ്യേണ്ടത്. ക്യാബിനറ്റ് ഈ ബജറ്റ് അപ്രൂവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അല്പസമയത്തിനകം തന്നെ ബജറ്റ് അവതരിപ്പിക്കും. കാലങ്ങളായി നമ്മൾ ഡിജിറ്റൽ ബജറ്റ് ആണ് അവതരിപ്പിക്കുന്നത്. ഡിജിറ്റൽ പകർപ്പാണ് മറ്റ് MPമാർക്ക് അടക്കം നൽകുന്നത്. അങ്ങനെ സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ബജറ്റ് അവതരണത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഏതാണ്ട് 15 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. കിരൺ, ഇപ്പോൾ ക്യാബിനറ്റ് അതായത് മന്ത്രിസഭാ യോഗം പൂർത്തിയായോ? എന്താണ് മറ്റു വിവരങ്ങൾ? നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണല്ലോ പാർലമെന്റിലേത്. അഭിലാഷ, അല്പസമയത്തുള്ളിൽ തന്നെ രാജ്യവും ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകവും ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ ബജറ്റ് അവതരണം ഉണ്ടാവും. കൃത്യം 11 മണിക്ക് തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുക. പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ, ബാക്കി ബജറ്റ് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെയും ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെയും പൂർത്തിയാക്കിയിട്ടുണ്ട്. രാവിലെ രാഷ്ട്രപതിയെ കണ്ടു. രാഷ്ട്രപതിക്ക് ബജറ്റ് സമർപ്പിച്ച് അനുമതി വാങ്ങുന്നു. അതിനുശേഷം മന്ത്രിസഭാ യോഗമുണ്ട്. മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. മന്ത്രിസഭാ യോഗം 10:15 മന്ത്രിസഭാ യോഗം തുടങ്ങിയത്. അതും അവസാനിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിലടക്കം സുപ്രധാനമായ ചില സൂചനകൾ മാത്രമാണ് ധനമന്ത്രി നൽകുക. അതിനുശേഷം ഇന്ന് പാർലമെൻറ്റിൽ എത്തുമ്പോഴാവും മിക്കവാറും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും പാർലമെന്റ് അംഗങ്ങൾ, മന്ത്രിമാരടക്കമുള്ളവർക്ക് വിശദമായി അറിയാൻ കഴിയുക. പ്രത്യേകിച്ച് അമേരിക്ക ഒരു ഭാഗത്ത് താരിഫ് വർധനവുമായി നിൽക്കുന്നു. താരിഫ് പോര് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുമായി ഉള്ള താരിഫ് പോര് ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇതിനെതിരെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തന്ത്രപരമായി അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമ്പോഴും ഇതിന് ബദൽ മാർഗ്ഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുമായി സഹകരണം വർദ്ധിപ്പിക്കുന്നു. അമേരിക്ക ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുന്നു. അത് ഈ രാജ്യങ്ങളുമെല്ലാം തന്നെ അമേരിക്കയുടെ ഭീഷണിയെ മറികടക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പലതരത്തിൽ ലോകമാകമാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങൾക്ക് നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ അമേരിക്കയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് മറ്റു രാജ്യങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ പോലും പക്ഷേ ബദൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ചില നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്, ഇന്ത്യ ലോകത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാണ്. ലോകത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട കമ്പോള സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഉൽപ്പാദന മേഖലയിലും കയറ്റുമതി മേഖലയിലും ഒക്കെ നിർണായകമായ ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ നീക്കം എന്തായിരിക്കും? അത് എങ്ങനെയായിരിക്കും ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത്? അമേരിക്കയിൽ ട്രംപിൻ്റെ താരിഫ് പോരിനെ ഏതെല്ലാം തരത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ബദൽ വഴികൾ ഇതിൽ സൃഷ്ടിച്ചിട്ടുണ്ടാകും. ഇതിന് തൊട്ടു മുന്നോടിയായിട്ടാണ് യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒരു വലിയ ചർച്ച നടത്തുകയും അങ്ങനെ വലിയ പദ്ധതികൾക്ക് ധാരണയിലാവുകയും ഒക്കെ ചെയ്തത്. ഇതിനെ സാധ്യമാക്കുന്ന തരത്തിലേക്കുള്ള ചില മാറ്റങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അത്തരം ചില പ്രഖ്യാപനങ്ങളോ മാറ്റങ്ങളോ ഒക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യക്കാർ എങ്ങനെ കാണുന്നു എന്നതിനൊപ്പം തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ബജറ്റിനെ സവിശേഷമായ പ്രാധാന്യത്തോടുകൂടി കാണുകയാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ലോക രാഷ്ട്രീയത്തിൽ കൂടി സവിശേഷമായ പ്രാധാന്യം ഈ തവണത്തെ ബജറ്റിനുണ്ട്. അങ്ങനെ ഒരു ബജറ്റാണ് ഈ ഞായറാഴ്ച 1999 ഞായറാഴ്ച ദിവസമായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്നുമ്പോൾ 2026 27 വർഷങ്ങൾക്ക് ശേഷം 2026 ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഓഹരി വിപണി സാധാരണ അവധിയാണ്. പക്ഷേ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഓഹരി വിപണി പ്രവർത്തിക്കേണ്ടതാണ്. ഓരോ സെക്കൻഡിലും ബജറ്റിൻ്റെ ചെറിയ ചെറിയ പ്രഖ്യാപനങ്ങൾ വന്ന് തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ഓഹരി വിപണിയിലൊക്കെ അതിൻ്റെ വലിയ മാറ്റങ്ങൾ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ തന്നെ ഏത് തരത്തിലേക്കുള്ള ബജറ്റ് ആകുമെന്നുള്ള ലോകത്തെ വിവിധ നിക്ഷേപകരുടെ പ്രതീക്ഷകൾ, അവർ ഇതിൻ്റെ ഓരോ വാക്കും അത്രത്തോളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഏത് മേഖലയിലൊക്കെയാണ് ഇനി വളർച്ച ഉണ്ടാകാൻ പോകുന്നത്, ഏത് മേഖലയിലൊക്കെയാണ് ഇനി തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്, ഇമ്മീഡിയറ്റ് വളർച്ച എവിടെ, അത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി ലോകത്തെ വ്യവസായ ലോകമാകെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാവും. അതനുസരിച്ചുള്ള വലിയ മാറ്റങ്ങളൊക്കെ പലപ്പോഴും ഈ ഓഹരി വിപണിയിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും അങ്ങനെ
ഇന്ത്യൻ ഓഹരി വിപണിയും ഇന്ന് ഞായറാഴ്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകവും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അത്തരം ഒരു നീക്കത്തിന് ഇന്ത്യ എത്രത്തോളം തയ്യാറാകും എന്നുള്ളത് അമേരിക്കയെ ഒരു ആഗോളതലത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ഒരു നയമനുസരിച്ച് അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിക്കാതെ തന്നെ അവരുടെ വെല്ലുവിളിയെ മറികടക്കാൻ വേണ്ടിയുള്ള ബദൽ മാർഗ്ഗങ്ങൾ, ആ ബദൽ മാർഗ്ഗങ്ങൾക്ക് അനുഗുണമായ തരത്തിൽ എങ്ങനെയൊക്കെയാണ് ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഉണ്ടാവുക. ഇത്തരം വലിയ ആകാംക്ഷ ലോകം കാത്തിരിക്കുന്ന ഒരു ബജറ്റിനാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത്. നിർമ്മലാ സീതാരാമൻ്റെ 9ാമത്തെ ബജറ്റാണ്. ഇതിനു മുമ്പ് മൊറാർജി ദേശായിയാണ് 10 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. തുടർച്ചയായി 9 ബജറ്റുകൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. തുടർച്ചയായി ഒരു വനിത ലോകത്തെ ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുന്നു. ദക്ഷിണേന്ത്യക്കാരിയായ ഒരു വനിതയാണ് എന്നുള്ളതുമൊക്കെ സാധാരണഗതിയിലൊക്കെ ഇന്ത്യയിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ രംഗത്ത് പലപ്പോഴും ഉത്തരേന്ത്യക്ക് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ദക്ഷിണേന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, അത് ഒരു വനിത 9ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന വലിയ പ്രത്യേകത കൂടി ഇതിനുണ്ട്. യെസ്, തീർച്ചയായും ഇത് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ബജറ്റാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നതാണ്. അതിൽ കേരളമാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യം എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും പ്രതിസന്ധിയിലാക്കുന്ന പശ്ചാത്തലമില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണത്തിലേക്ക് പോകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് ധനക്കമ്മി കുറയ്ക്കുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എടുത്തു പറയേണ്ടത് നേരത്തെ തന്നെ, അതായത് ആദായ നികുതി ഘടനയിൽ എന്തെങ്കിലും മാറ്റം ഇത്തവണ ഉണ്ടാകുമോ എന്നതാണ്. ഇവിടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, ഇപ്പോൾ തന്നെ 12 ലക്ഷം രൂപ വരുമാനമുള്ള, വാർഷിക വരുമാനമുള്ള പൗരന്മാർക്ക് ആദായ നികുതി ഘടനയിൽ അല്ലെങ്കിൽ ആദായ നികുതിയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ട സാഹചര്യമുണ്ട്. 2 ഘടനയിലുള്ള നികുതിയിൽ ഏത് ഓപ്റ്റ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ നിലവിൽ ഉള്ള സാഹചര്യമുണ്ട്. അങ്ങനെ മധ്യവർത്തിക്ക് കൂടുതൽ ഭാരം ഉണ്ടാകാത്ത തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെയും ഒപ്പം വരുമാന സ്രോതസ്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ പണം ജനങ്ങളിൽ നിന്ന് വിപണിയിലേക്ക് ഇറങ്ങുക എന്നതിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണ്. അങ്ങനെ മാത്രമാണ് പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ളവ നിയന്ത്രിക്കാൻ പറ്റൂ, ധനക്കമ്മി എന്നത് കുറച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അത്തരം ചില നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ സർക്കാർ സ്വീകരിച്ചു എന്നതുകൊണ്ട് ഇത്തവണ അങ്ങനെ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നത് സംശയകരമാണ്. പക്ഷേ പ്രായം ഏറിയവർക്ക്, അതായത് മുതിർന്ന പൗരന്മാർക്ക് ഒരുപക്ഷെ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം കിരൺ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന കയറ്റുമതി രംഗത്തും ഇറക്കുമതി രംഗത്തും നേരിടുന്നത് അമേരിക്കയുമായുള്ള സൗഹൃദത്തിൽ ഉണ്ടായ ഉലച്ചിൽ ആണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കും ബ്രസീലിനുമാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഇപ്പോൾ നികുതി തീരുവ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിനും പരിഹാരം എന്ന നിലയിലാണ് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ കണ്ടതാണ്. റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ആയിരുന്നു വിശിഷ്ടാതിഥികളായി എത്തിയത്. അങ്ങനെ യൂറോപ്യൻ യൂണിയനുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കയറ്റുമതി രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെയാണ് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്, ഒപ്പം ഇറക്കുമതി ഏതൊക്കെ മേഖലകളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ ആണ് വരുത്താൻ പോകുന്നത് എന്നതും ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്ന ചില നീക്കങ്ങൾ ആയിരിക്കും. അത്തരം ചില പ്രഖ്യാപനങ്ങൾ കൂടി ഈ ബജറ്റിൽ ഒരുപക്ഷെ മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഈ സാമ്പത്തികമായി, അതായത് കയറ്റുമതി രംഗത്ത് ഇറക്കുമതി രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യയെ എങ്ങനെ സാമ്പത്തികമായി ബാധിക്കുന്നു എന്നതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കും ബജറ്റിൽ ഊന്നൽ നൽകുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ ബജറ്റ് അവതരണത്തിന് ഏതാണ്ട് 8 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. 11 മണിക്ക് ലോക്സഭാ നടപടികൾ ആരംഭിക്കുന്നു. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ വ്യവസായ ഭൂപടത്തിൽ തങ്ങളുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയവർ, കോടികളുടെ ആസ്തിയുള്ളവർ, പുറമേ നിന്ന് നോക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളാലും അനുഗ്രഹീതർ എന്ന് നാം കരുതുന്ന പല വ്യവസായ പ്രമുഖരും ഇന്ന് ഒരു മുഴം കയറിലോ കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള ഒരു ചാട്ടത്തിലോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയിലോ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നത് കേരളത്തെയും ഇന്ത്യയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. കഫേ കോഫിയുടെ ഉടമ VG സിദ്ധാർത്ഥയിൽ തുടങ്ങി ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിൽ എത്തി നിൽക്കുന്ന ഈ ആത്മഹത്യകളുടെ പരമ്പര കേവലം വ്യക്തിപരമായ പരാജയങ്ങളല്ല, മറിച്ച് നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ചും അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്. 2019 VG സിദ്ധാർത്ഥയുടെ മൃതദേഹം നേത്രാവതി പുഴയിൽ കണ്ടെത്തിയപ്പോൾ അത് ഇന്ത്യയെ ഒന്നടങ്കം നടുക്കിയ വാർത്തയായിരുന്നു. ഇന്ത്യയിലെ കോഫി കിങ് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു സാധാരണ സംരംഭകനായിരുന്നില്ല.
ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലും ഇന്ത്യയിൽ ഒരു കഫേ സംസ്കാരവും ഉണ്ടാക്കിയെടുത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം എഴുതിയ അവസാന കുറിപ്പിൽ താൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള കടുത്ത പീഡനങ്ങളെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. ഒരു സംരംഭകൻ എന്ന നിലയിൽ താൻ പരാജയപ്പെട്ടു എന്ന അദ്ദേഹത്തിന്റെ കുറ്റം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ബജറ്റ് ആണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാം ബജറ്റ്. തുടർച്ചയായി 9 ബജറ്റുകൾ അവതരിപ്പിക്കുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അല്പസമയത്തിനകം ബജറ്റ് അവതരണം ആരംഭിക്കുന്നു. മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ബജറ്റ് അവതരണത്തിന് രാഷ്ട്രപതിക്ക് പകർപ്പ് നൽകുന്നു. പിന്നീട് അവതരണാനുമതി ഇപ്പോൾ ക്യാബിനറ്റും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം സഭാ നടപടികൾ ആരംഭിക്കുകയാണ്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 11 മണിയോടുകൂടി സഭാ നടപടികൾ ആരംഭിക്കുന്നു. അങ്ങനെ രാജ്യം ഉറ്റുനോക്കുന്ന മറ്റൊരു ബജറ്റിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നു. അല്പസമയത്തിനകം ബജറ്റ് അവതരണം ആരംഭിക്കാൻ പോവുകയാണ്. കാതലായ മാറ്റങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം എന്തൊക്കെ ഘടനാപരമായ മാറ്റങ്ങൾ സാമ്പത്തിക സ്ഥിതിയിൽ കേന്ദ്ര സർക്കാർ വരുത്തും എന്നത്, ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര വിഹിതം നൽകും എന്നതെല്ലാവരും ഉറ്റുനോക്കുന്ന സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ അനുഭാവപൂർണമായ ഇടപെടൽ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അസമും ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ കരുതൽ ഇത്തവണ ബജറ്റിൽ ഉണ്ടാകുമോ എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നു. ഏതൊക്കെ ബൃഹത് പദ്ധതികളിൽ കേരളവും ഉൾപ്പെടും എന്നതാണ് മറ്റ് പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ വരേണ്ടത്. അതോടൊപ്പം തന്നെ റെയിൽ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെ കേരളവും കേന്ദ്രവും തമ്മിൽ ഒരു പോരിൻ്റെ സ്വഭാവത്തിൽ ഉള്ള പ്രൊജക്റ്റുകൾ ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രൊജക്റ്റുകളിന്മേൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, തുക അനുവദിക്കുമോ എന്നതും എടുത്ത് പറയേണ്ടതാണ്. കാരണം ഇപ്പോൾ ബജറ്റ് എന്നത് ഒരു കാലഘട്ടത്തിൽ റെയിൽവേ ബജറ്റ് എന്നത് വ്യത്യസ്തമായി ആയിരുന്നു അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ റെയിൽ ബജറ്റ് കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഒറ്റ ബജറ്റ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള മറ്റ് നിരവധിയായ മേഖലകളിലെ വികസനം, അതിൽ വിഴിഞ്ഞം പ്രൊജക്റ്റുണ്ട്, റെയർ ഇടനാഴിയുണ്ട്, മിലിറ്ററി ഡിഫൻസ് ഇടനാഴിയുണ്ട്, അത്തരം പ്രൊജക്റ്റുകളുണ്ട്. റബ്ബറിൻ്റെ താങ്ങുവില ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? വിളനാശത്തിന് എത്ര തുക അനുവദിക്കും? തോട്ടം മേഖലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പാക്കേജ് ഉണ്ടാകുമോ? ഇതെല്ലാം കേരളം ഉറ്റുനോക്കുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പം വിഴിഞ്ഞം പദ്ധതിയാണ് കേരളം ഇപ്പോൾ പ്രധാനമായും, അതായത് വിഴിഞ്ഞത്തിൻ്റെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നടത്തിയത് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പോർട്ട് വലിയ വികസന സാധ്യതയാണ് കേരളത്തിൽ തുറന്നിടുന്നത്. അങ്ങനെ ഏതൊക്കെ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകും, കരുതൽ നൽകും എന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കുന്നു. ലോക്സഭാ നടപടികൾ ഏതാനും മിനിറ്റുകൾക്കകം, ഇനിയിപ്പോൾ 3 മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 3 മിനിറ്റുകൾക്കുള്ളിൽ സഭാ നടപടികൾ ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ, ഏതൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും? അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണം പോലെയുള്ള പദ്ധതികൾ നേരത്തെ തന്നെ തുടങ്ങി വെച്ചതാണ്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ? ഗംഗാ മിഷൻ പോലെയുള്ള ചില പദ്ധതികളുണ്ട്, ക്ലീൻ സിറ്റി പോലെയുള്ള പദ്ധതികളുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രിയുടെ കിസാൻ യോജന ആണ്. അതായത് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്ന പദ്ധതിയാണത്. അത് 6000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുണ്ട്. പക്ഷേ സൂചിപ്പിക്കുന്ന പോലെ ഈ ഘട്ടത്തിൽ അതൊരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന പശ്ചാത്തലമൊന്നുമല്ല, രാഷ്ട്രീയ പ്രതിസന്ധിയുള്ള പശ്ചാത്തലമൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ ജനങ്ങളിലേക്ക് നേരിട്ട് തുക എത്തുന്ന പദ്ധതികളിൽ എത്രത്തോളം ഇടപെടൽ കേന്ദ്രം നടത്തും? സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, കുട്ടികൾക്ക് എന്തു പരിഗണന? സ്റ്റാർട്ടപ്പ് പോലെയുള്ള മേഖലയ്ക്ക്, IT മേഖലയ്ക്ക് എന്തു പരിഗണന? അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ പുതിയ കാലഘട്ടത്തിൽ AI ടെക്നോളജിയിലൂടെയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ IT എന്നത് പഴങ്കഥയാവുകയും AI ആണ് ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ടെക്നോളജി എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. ഇനി ലോകത്തെ നയിക്കാൻ പോകുന്നത് AI ആയിരിക്കുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ഹബ്ബുകളുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ? AIക്ക് മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികളിൽ നിന്ന് AI അധിഷ്ഠിതമായ കൂടുതൽ പദ്ധതികൾക്ക് കേന്ദ്രം രൂപം നൽകുമോ എന്നതുകൂടിയാണ് നമുക്ക് അറിയേണ്ടത്. സഭാ നടപടികൾ ആരംഭിക്കുകയാണ്. ബജറ്റ് അവതരണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കിരണിനി മിനിറ്റുകൾ മാത്രമാണ്. സഭാ നടപടികൾ ആരംഭിക്കുന്നു. എല്ലാവരും ഉറ്റുനോക്കുന്ന ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു.
അതുതന്നെയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര ബജറ്റിൻ്റെ അവതരണം തുടങ്ങും. ഇനി മിനിറ്റുകൾ മാത്രമാണ്. കൃത്യം 11 മണിക്ക് തന്നെ സഭ ആരംഭിക്കും. 2-3 മിനിറ്റിനുള്ളിൽ ബജറ്റ് അവതരണം നിർമ്മലാ സീതാരാമൻ തൻ്റെ 9ാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങും. തുടക്കഘട്ടത്തിൽ മുതൽ തന്നെ വികസിത ഭാരതം എന്നുള്ള 2047 ഇന്ത്യയെ ഒരു പൂർണ്ണമായും വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലേക്കാവും വിവിധ മേഖലയിൽ, കാർഷിക മേഖലയിലായാലും അതോടൊപ്പം തന്നെ വ്യാവസായിക മേഖലയിലും വിവിധ ജനങ്ങളെ, വിവിധ വിഭാഗങ്ങളെ, കർഷകരെയും തൊഴിലാളികളെ, അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിലുള്ളവരെ, സ്ത്രീകളെ, യുവാക്കളെയൊക്കെ ഇവർക്കെല്ലാം വേണ്ടിയുള്ള പ്രത്യേകമായ പദ്ധതികൾ, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇത്തരം പദ്ധതികളുടെ പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ തമിഴ്നാട്, ബംഗാൾ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രധാനപ്പെട്ട ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഈ സംസ്ഥാനങ്ങൾ കൂടി സവിശേഷമായ താല്പര്യമുള്ള പദ്ധതികൾക്ക് കൂടിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഭരണപക്ഷ സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര ബജറ്റ് വരുമ്പോൾ അവർ പ്രതീക്ഷ വെക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന അത്രത്തോളം നൽകാൻ ഒരു ബജറ്റിനും കഴിയില്ലെങ്കിലും സാമാന്യ പരിഗണന എല്ലാവർക്കും ലഭിക്കും എന്നുള്ള ഒരു ആഗ്രഹമാണ് ഓരോ സംസ്ഥാനത്തിനുമുള്ളത്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അത്തരം സഹായം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സംസ്ഥാനങ്ങളല്ല ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെയും വലിയ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളമൊക്കെ വലിയ തോതിൽ നികുതി വരുമാനം കേന്ദ്ര സർക്കാരിന് ആ തരത്തിലേക്കൊക്കെ അങ്ങോട്ട് നൽകുന്ന സംസ്ഥാനമാണ്. തിരികെ ഉൽപ്പാദന മേഖലയിൽ നിന്നും വലിയ വരുമാന നേട്ടമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം. തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ കർണാടകയോ ആന്ധ്രയോ പോലുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ അവർക്ക് ഉൽപ്പാദന മേഖലയിലേക്ക് വലിയ തോതിലേക്കുള്ള വരുമാനമുള്ള സംസ്ഥാനങ്ങളാണ്. ആ മേഖലയിലൊക്കെ സ്വന്തം നിലയിൽ തന്നെ വലിയ Item number 1, माननीय वित्त मंत्री श्रीमती निर्मला सीतारमन जी. Item number 1. Sir, with your permission, I rise to lay on the table a copy each of the following papers, Hindi and English versions, under Article 281 of the Constitution. Report for 2026 to 2031, Volume 1, Main Report of the 16th Finance Commission. 2. Report for 2026-2031, Volume 2, Annexures of the 16th Finance Commission. Number 3. Explanatory memorandum as to the action taken on the recommendations contained in the above report. Item number 2, माननीय वित्त मंत्री निर्मला सीतारमन जी. Honorable Speaker, sir, on the sacred occasion of Magh Purnima and the birth anniversary of Guru Ravidas, I present the budget for the year 2026-2027. Since we assumed office 12 years ago, India's economic trajectory has been marked by stability, fiscal discipline, sustained growth, and moderate inflation. This is the result of conscious choices we have made, even in times heightened uncertainty and disruption. Our government, led by Honorable Prime Minister Modi, has decisively and consistently chosen action over ambivalence, reform over rhetoric, and people over populism. We have pursued far-reaching structural reforms, fiscal prudence and monetary stability, whilst maintaining a strong thrust on public investment. Keeping Atmanirbharta as a lodestar, we have built domestic manufacturing capacity, energy security, and reduced critical import dependencies. Simultaneously, we have ensured that citizens benefit from every action of the government,
undertaking reforms to support employment generation, agricultural productivity, household purchasing power, and universal services to people. These measures have delivered a high growth rate of around 7% and helped us make substantial strides in poverty reduction and improvement in the lives of our people. Today, we face an external environment in which trade and multilateralism are imperiled and access to resources and supply chains are disrupted. New technologies are transforming production systems while sharply increasing demands on water, energy, and critical minerals. India will continue to take confident steps towards Vikasit Bharat, balancing ambition with inclusion. As a growing economy with expanding trade and capital needs, India must also remain deeply integrated with global markets, exporting more and attracting stable long-term investment. As I begin part A, I want to express my gratitude to the people for standing firmly with us as we forge our way together towards becoming one of the largest economies of the world. Our aim is to transform aspiration into achievement and potential into performance as we ensure that the dividends of growth reach every farmer, the scheduled caste, the scheduled tribes, the nomads, the youth, the poor, and the women. In Vikasit Bharat Young Leaders Dialogue 2026, several innovative ideas were shared with our Prime Minister, which have inspired many of the proposals, making this a unique Yuva Shakti-driven budget. Our government's sankalp is to focus on our poor, underprivileged, and the disadvantaged. To deliver on this sankalp, and given that this is the first budget prepared in Kartavya Bhavan, we are inspired by three Kartavya. Our first Kartavya is to accelerate and sustain economic growth by enhancing productivity and competitiveness and building resilience to volatile global dynamics. Our second Kartavya is to fulfill aspirations of our people and build their capacity, making them strong partners in India's path to prosperity. Our third Kartavya, aligned with our vision of Sabka Saath, Sabka Vikas, is to ensure that every family, community, region, and sector has access to resources, amenities, and opportunities for meaningful participation. This threefold approach requires a supportive ecosystem. The first requirement is to sustain the momentum of structural reforms, continuous, adaptive, and forward-looking. Second, a robust and resilient financial sector is central to mobilizing savings, allocating capital efficiently, and managing risks. Third, cutting-edge technologies, including AI applications, can serve us as force multipliers for better governance. Reform Express. Governance. Reform Express. Our government has undertaken comprehensive reforms towards creating employment, boosting productivity, and accelerating growth. After the Prime Minister's announcement on Independence Day in 2025, over 350 reforms have been rolled out. This includes GST simplification, notification of labor codes, and rationalization of mandatory quality control orders. High-level committees have been formed, and in parallel, the central government is working with the state governments on deregulation
and reducing compliance requirements. The Reform Express is well on its way and will maintain its momentum to help us fulfill our kartavya. I now move to specific proposals. Under our first kartavya, to accelerate and sustain economic growth, I propose interventions in 6 areas. 1. Scaling up manufacturing in 7 strategic and frontier sectors. 2. Rejuvenating legacy industrial sectors. 3. Creating champion MSMEs. 4. Delivering a powerful push for infrastructure. 5. Ensuring long-term security and stability. And 6. Developing city economic regions. Scaling up of manufacturing in 7 strategic and frontier sectors. Biopharma Shakti, meaning biopharma strategy for health advancement through knowledge, technology, and innovation. India's disease burden is observed to be shifting towards non-communicable diseases like diabetes, cancer, and autoimmune disorders. Biologic medicines are key to longevity and quality of life at affordable costs. To develop India as a global biopharma manufacturing hub, I propose the Biopharma Shakti with an outlay of 10,000 crores over the next 5 years. This will build the ecosystem for domestic production of biologics and biosimilars. The strategy will include a biopharma-focused network with 3 new national institutes of pharmaceutical education and research, popularly known as NIPERs, and upgrading 7 existing ones. It will also create a network of 1,000 accredited India clinical trials sites. We propose to strengthen the Central Drug Standard Control Organization to meet global standards and approve timeframes through and approval timeframes through a dedicated scientific review cadre and specialists. India's semiconductor mission 1.0 expanded India's semiconductor sector capabilities. Building on this, we will launch ISM 2.0 to produce equipment and materials, design full-stack Indian IP, and fortify supply chains. We will also focus on industry-led research and training centers to develop technology and skilled workforce. The Electronics Components Manufacturing Scheme, launched in April 2025 with an outlay of 22,919 crores, already has investment commitments at double the targets. We propose to increase the outlay to 40,000 crores to capitalize on this momentum. A scheme for rare earth permanent magnets was launched in 2025 November. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh, and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research, and manufacturing. To enhance domestic chemical production and reduction import dependency and reduce import dependency, we will launch a scheme to support states in establishing 3 dedicated chemical parks through challenge route on a cluster-based plug-and-play model. Strong capital goods. Strong capital goods capability is a determinant of productivity and quality across different sectors. Towards building this capacity, I propose the following. High-tech tool rooms will be established by central public sector enterprises at 2 locations
as digitally enabled automated service bureaus that locally design, test, and manufacture high-precision components at scale and at lower cost. 2. A scheme for enhancement of construction and infrastructure equipments will be introduced to strengthen domestic manufacturing of high-value and technologically advanced CIE. This can range from lifts in a multi-storied apartment or firefighting equipment in multiplexes, large or small, and to tunnel boring equipments for building metros and high-altitude roads. I also propose a scheme for container manufacturing to create a globally competitive container manufacturing ecosystem with a budgetary allocation of 10,000 crores over a 5-year period. For the labor-intensive textile sector, I propose an integrated program with 5 subparts. 1. The National Fiber Scheme for Self-Reliance in Natural Fibers, such as silk, wool, and jute, man-made fibers, and new age fibers. Textile expansion and employment scheme to modernize traditional clusters with capital support for machinery, technology upgradation, and common testing and certification centers. 3. The National Handloom and Handicraft Program to integrate and strengthen existing schemes and ensure targeted support for weavers and artisans. Tex Eco Initiative to promote globally competitive and sustainable textiles and apparels. Samarth 2.0 to modernize the upgrade the textile skilling ecosystem through collaboration with industry and academic institutions. Further, I propose to set up mega textile parks in challenge mode. They can also focus on bringing value addition to technical textiles. I propose to launch the Mahatma Gandhi Gram Swaraj initiative to strengthen khadi, handloom, and handicrafts. This will help in global market linkage and branding. It will streamline and support training, skilling, quality of process, and production. This will benefit our weavers, village industries, one district, one product, ODOP initiative, and also our rural youth. India has the potential to emerge as a global hub for high quality, affordable sports goods. I propose a dedicated initiative for sports goods that will promote manufacturing, research, and innovation in equipment design as well as material sciences. Rejuvenation of legacy industrial clusters. I propose to introduce a scheme to revive 200 legacy industrial clusters to improve their cost competitiveness and efficiency through infrastructure and technology upgradation. Creating champion SMEs and supporting micro enterprises. Recognizing MSMEs as a vital engine of growth, I propose a 3-pronged approach to help them grow as champions. Equity support. I propose to introduce a dedicated 10,000 crores SME growth fund to create future champions, incentivizing enterprises based on select criteria. I also propose to top up the Self-Reliant India Fund set up in 2021 with 2,000 crores to continue support to micro enterprises and maintain their access to risk capital. Liquidity support. With TREADS, more than 7 lakh crore has been made available to MSMEs. To leverage its full potential,
I propose 4 measures. 1. Mandate TREADS as the transaction settlement platform for all purchases from MSMEs by CPSEs, serving as a benchmark for other corporates. 2. Introduce a credit guarantee support mechanism through CGT MSE for invoice discounting on TREADS platform. 3. Link GEM with TREADS for sharing information with financiers about government purchases from MSMEs, encouraging cheaper and quicker financing. 4. Introduce TREADS receivables as asset-backed securities, helping develop a secondary market, enhancing liquidity and settlement of transactions. Professional support. Government will facilitate professional institutions such as the ICAI, ICSI, ICMAI to design short-term modular courses and practical tools to develop a cadre of corporate mitras, especially in Tier 2 and Tier 3 towns. These accredited para-professionals will help MSMEs meet compliance requirements at affordable costs. Infrastructure. During this past decade, our government has undertaken several initiatives for large-scale enhancement of public infrastructure, including through new financing instruments such as Infrastructure Investment Trust (InvITs) and Real Estate Investment Trust (REITs), and institutions like NIIF and NABFID. We shall continue to focus on developing infrastructure in cities with over 5 lakh population, that is Tier 2, Tier 3 cities, which have expanded to become growth centers. Public capital expenditure has increased manifold from 2 lakh crore in 2014-15 to an allocation of 11.2 lakh crore in BE 25-26. In this coming year, that is financial year 2026-27, I propose to increase it to 12.2 lakh crores to continue the momentum. To strengthen the confidence of private developers regarding risks during infrastructure development and construction phase, I propose to set up an infrastructure risk guarantee fund to provide prudentially calibrated partial credit guarantee to lenders. Over the years, REITs have emerged as a successful instrument for asset monetization. I propose to accelerate recycling of significant real estate assets of the CPSEs through the setting up of dedicated REITs. To promote environmentally sustainable movement of cargo, I propose to 1. Establish new dedicated freight corridors connecting Dankuni in the east to Surat in the west. Operationalize 20 new national waterways over the next 5 years, starting with National Waterways 5 in Orissa to connect mineral-rich areas of Talcher and Angul and industrial centers like Kalinga Nagar to the ports of Paradeep and Dhamra. Training institutes will be set up as regional centers of excellence for development of required manpower for these waterways. This will benefit youth in the entire stretch of the waterways to train and acquire skills. Further, a ship repair ecosystem catering to inland waterways will also be set up at Varanasi and Patna. And C, launch a coastal cargo promotion scheme for incentivizing a modal shift from rail to road to increase the share of inland waterways and coastal shipping from 6% to 12% by 2047. To
To enhance last mile and remote connectivity and promote tourism, I propose to give incentives to indigenize manufacturing of seaplanes. A seaplane VGF scheme will be also introduced to provide support for operations. Carbon capture, utilization and storage. Aligning with the roadmap launched in December 2025, the carbon capture, utilization and storage technologies at scale will achieve higher readiness and in end-use application across 5 industrial sectors, including power, steel, cement, refineries, and chemicals. An outlay of 20,000 crore is proposed over the next 5 years for this purpose. City economic regions. Cities are India's engines of growth, innovation, and opportunities. We shall now focus on Tier 2, Tier 3 cities, and even temple towns, which need modern infrastructure and basic amenities. This budget aims to further amplify the potential of cities to deliver the economic power of agglomerations by mapping city economic regions based on their specific growth drivers. An allocation of 5,000 crore per CER over 5 years is proposed for implementing their plans through a challenge mode with a reform-cum-result-based financing mechanism. In order to promote environmentally sustainable passenger systems, we will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. Financial sector. The Indian banking sector today is characterized by strong balance sheet, historic highs in profitability, improved asset quality, and coverage exceeding 98% of villages in the country. At this juncture, we are well placed to futuristically evaluate the measures needed to continue on the path of reform-led growth of this sector. I propose setting up a high-level committee on banking for Vikasit Bharat. High-level committee on banking for Vikasit Bharat to comprehensively review the sector and align it with India's next phase of growth, while safeguarding financial stability, inclusion, and consumer protection. The vision for NBFCs for Vikasit Bharat has been outlined with clear targets for credit disbursement and technology adoption in order to achieve scale and improve efficiency in the public sector NBFCs. As a first step, it is proposed to restructure the Power Finance Corporation and Rural Electrification Corporation. I propose a comprehensive review of the foreign exchange management non-debt instruments rules to create a more contemporary, user-friendly framework for foreign investments consistent with India's evolving economic priorities. Corporate bond market. I propose to introduce a market-making framework with suitable access to funds and derivatives on corporate bond indices. I also propose to introduce total return swaps on corporate bonds. Municipal bonds. To encourage the issuance of municipal bonds of higher value by larger cities, I propose an incentive of 100 crore rupees for a single bond issuance. 100 crore rupees for a single bond issuance of more than 1,000 crore
the current scheme under Amrit which incentivizes issuances up to 200 crores only, will also continue to support smaller and medium towns. That will also continue to support the smaller and medium towns. Ease of doing business. Individual persons resident outside India, PROI, will be permitted to invest in equity instruments of listed Indian companies through the Portfolio Investment Scheme. It is also proposed to increase the investment limit for an individual PROI under the scheme from 5% to 10%, with an overall investment limit for all individual PROIs to 24% from the current 10%. Emerging technologies including AI. 21st century is technology driven. Adoption of technology is for the benefit of all people. Farmers in the field, women in STEM, youth keen to upskill, and Divyangjan to access newer opportunities. The government has taken several steps to support new technologies through AI Mission, National Quantum Mission, Anusandhan National Research Fund, and Research and Development and Innovation Fund. Our second kartavya is to fulfill aspirations and build capacities. Close to 25 crore individuals have come out of multi-dimensional poverty through a decade of our government's sustained and reform-oriented efforts. Our government has therefore decided to place a renewed emphasis on the service sector to provide a pathway to fulfilling aspirations of a youthful India with the following measures. I propose to set up a high-powered education to employment and enterprises standing committee to recommend measures that focus on services sector as a core driver of Vikasit Bharat. This will make us a global leader in services with a 10% global share by 2047. The committee will prioritize areas to optimize the potential for growth, employment, and exports. They will also assess the impact of emerging technologies, including AI, on jobs and skill requirements and propose measures thereof. To create a range of skilled career pathways, a new range of skilled career pathways for our youth, I propose interventions in the following sectors. Health. Existing institutions for allied health professionals will be upgraded and new AHP institutions established in private and government sectors. This will cover 10 selected disciplines, including optometry, radiology, anesthesia, OT technology, applied psychology, and behavioral health, and add 1 lakh AHPs over the next 5 years. A strong care system covering geriatric and allied care services will be built. A variety of NSQF aligned programs will be developed to train multi-skilled caregivers, combining core care and allied skills such as wellness, yoga, and operation of medical assistive devices. In the coming year, 1.5 lakh caregivers will be trained. Hubs for medical value tourism. To promote India as a hub for medical tourism services, I propose to launch a scheme to support states in establishing 5 regional medical hubs in partnership with the private sector.
These hubs will serve as integrated healthcare complexes that combine medical, educational and research facilities. They will have Ayush centers, medical value tourism facilitation centers and infrastructure for diagnostics, post-care and rehabilitation. These hubs will provide diverse opportunities, job opportunities for health professionals, including doctors and AHPs. Ancient Indian yoga, already respected in several parts of the world, was given a mass global recognition when Honorable Prime Minister took it to the UN. Post-COVID, Ayurveda gained a similar global acceptance and recognition. Exporting quality Ayurveda products helps farmers who grow the herbs and youth who process the products. To meet growing global demand, a few more steps are being taken. I propose to 1. Set up 3 new All India Institutes of Ayurveda. 2. Upgrade Ayush pharmacies and drug testing labs for higher standards of certification ecosystem and make available more skilled personnel. 3. Upgrade the WHO Global Traditional Medicine Center in Jamnagar to bolster evidence-based research, training and awareness for traditional medicine. Animal husbandry. Livestock contributes to close to 16% of farm income, including of poor and marginal households. To scale up availability of veterinary professionals by more than 20,000, I propose to roll out a loan-linked capital subsidy support scheme for establishment of veterinary and para-veterinary colleges, veterinary hospitals, diagnostic laboratories, and breeding facilities in private sector. Collaboration between Indian and foreign institutions will also be facilitated. Orange economy. India's animation, visual effects, gaming and comics sector, ABGC sector, is a growing industry projected to require 2 million professionals by 2030. I propose to support the Indian Institute of Creative Technologies, Mumbai, in setting up ABGC content creator labs in 15,000 secondary schools all over the country and 500 colleges. The Indian design industry is expanding rapidly, and yet there is a shortage of Indian designers. I propose to establish, through Challenge Route, a new National Institute of Design to boost design education and development in the eastern region of India. Education. Our government will support states through Challenge Route in creating 5 university townships in the vicinity of major industrial and logistics corridors. These planned academic zones will host multiple universities, colleges and research institutions, skill centers and residential complexes. In higher education, STEM institutions, prolonged hours of study and laboratory work pose some challenges for girl students. Through VGF, Viability Gap Funding and capital support, 1 girls' hostel will be established in every district. To promote astrophysics and astronomy via immersive experiences, 4 telescope infrastructure facilities will be set up or upgraded. The National Large Solar Telescope, the National Large Optical Infrared Telescope, the Himalayan Chandra Telescope,
and the Cosmos 2 planetarium. Tourism. The tourism sector has the potential to play a large role in the employment generation, forex earnings, and expanding the local economy. I propose to set up a National Institute of Hospitality by upgrading the existing National Council for Hotel Management and Catering Technology. It will function as a bridge between academia, industry, and government. I also propose a pilot scheme for upskilling 10,000 guides in 20 iconic tourist sites through a standardized, high-quality, 12-week training course in hybrid mode in collaboration with the Indian Institute of Management. A national destination digital knowledge grid will be established to digitally document all places of significance, cultural, spiritual, and heritage. This initiative will create a new ecosystem of jobs for local researchers, historians, content creators, and technology partners. India has the potential and opportunity to offer world-class trekking and hiking experience. We will develop ecologically sustainable mountain trails in Himachal Pradesh, Uttarakhand, and Jammu Kashmir. Also in Araku Valley in the Eastern Ghats and Podigai Malai in the Western Ghats. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka, and Kerala. And 3 bird watching trails along the Pulikat Lake in Andhra Pradesh, Tamil Nadu. It's on the border. Under the visionary leadership of Honorable Prime Minister, we established the International Big Cat Alliance in 2024. This year, India is hosting the first ever Global Big Cat Summit, where heads of governments and ministers from 95 range countries will deliberate on collective strategies for conservation. Heritage and culture tourism. I propose to develop 15 archaeological sites, including Lothal, Dholavira, Rakhi Gadi, Adichanallur, Sarnath, Hastinapur, and Leh Palace into vibrant experiential cultural destinations. Excavated landscapes will be open to the public through curated walkways. Immersive storytelling skills and technologies will be introduced to help conservation labs, interpretation centers, and guides. The sports sector provides multiple means of employment, skilling, and job opportunities. Taking forward the systematic nurturing of sports talent, which is set in motion through the Khelo India program earlier, I propose to launch a Khelo India mission to transform the sports sector over the next decade. The mission will facilitate an integrated talent development pathway supported by training centers, which are foundational, intermediate, and elite levels. B, systematic development of coaches and support staff. C, integration of sports science and technology. D, competitions and leagues to promote sports culture and provide platforms. And E, development of sports infrastructure for training and competition. Our third Kartavya aligns with our vision of Sabka Saath, Sabka Vikas towards Vikasit Bharat. This requires targeted efforts for 1, increasing farmer incomes through productivity enhancement and entrepreneurship, with special attention to small and marginal farmers. B, empowering Divyangjan through access to livelihood opportunities, training,
and high-quality assistive devices. C. Empowering the vulnerable to access mental health and trauma care. D. Focus on the Purvodaya states and the Northeast region to accelerate development and employment opportunities. Fisheries. We will undertake initiatives for integrated development of 500 reservoirs and Amrit Sarovars. 2. Strengthen the fisheries value chain in coastal areas and enable market linkages involving startups and women-led groups together with fish farmer producer organizations. Animal husbandry. To provide quality employment opportunities in rural and peri-urban areas, we will support the animal husbandry sector in entrepreneurship development through A. A credit-linked subsidy program, B. Scaling up and modernization of livestock enterprises, C. Enhanced creation of livestock, dairy and poultry enhanced creation of livestock, dairy and poultry focused integrated value chains, and D. Encourage creation of livestock farmer producer organizations. High value agriculture. To diversify farm outputs, increase productivity, enhance farmers' incomes, and create new employment opportunities, we will support high value crops such as coconut, sandalwood, cocoa, cashew in the coastal areas, agar trees in northeast, and nuts such as almonds, walnuts, and pine nuts in our hilly regions. These, all of them, will be supported. India is the world's largest producer of coconuts. About 30 million people, including nearly 10 million farmers, depend on coconuts for their livelihood. To further enhance competitiveness in coconut production, I propose a coconut promotion scheme to increase production and enhance productivity through various interventions, including replacing and non-productive trees with new saplings or plants or varieties in major coconut growing states. A dedicated program is proposed for Indian cashew and cocoa to make India self-reliant in raw cashew and coconut production and processing, enhance export competitiveness, and transform Indian cashew and Indian cocoa into premium global brands by 2030. Sandalwood. Sandalwood is closely linked to India's social and cultural heritage. Our government will partner with state governments to promote focused cultivation and post-harvest processing to restore the glory of the Indian sandalwood ecosystem, to rejuvenate old, low-yielding orchards, and expand high-density cultivation of walnuts, almonds, and pine nuts. We will support a dedicated program to enhance farmer incomes and in bringing value addition by engaging youth. Bharat Vistar, that is virtually integrated system to access agricultural resources. I propose to launch Bharat Vistar, a multilingual AI tool that shall integrate the AgriStack portals and the ICAR package on agricultural practices with AI systems. This will enhance farm productivity, enable better decisions for farmers, and reduce risk by providing customized advisory support. She-Marts for rural women-led enterprises. Building on the success of Lakpati Didi program, I propose to help women take the next step from credit-linked livelihoods to being owners of enterprises. Self-help entrepreneur, She-Marts will be set up as community-owned retail outlets within the cluster-level federations through enhanced and innovative financing instruments.
empowering Divyangjan. Divyangjan Kaushal Yojana. Information technology, AVGC sectors, hospitality and food and beverages sectors often offer task-oriented and process-driven roles which are suitable for Divyangjan. We will ensure dignified livelihood opportunities through industry-relevant and customized training specific to each Divyangjan group. Divyang Sahara Yojana. Timely access to high-quality assistive devices for all eligible Divyangjan is a fundamental need. I propose to 1. Support the Artificial Limbs Manufacturing Corporation of India, Alimco, to set up and to scale up production of assistive devices, invest in R&D and AI integration, strengthen PM Divyasha Kendras, and support setting up of assistive technology marts as modern retail style centers where Divyangjan and senior citizens can see, try and purchase assistive products. Reaffirming our commitment to mental health and trauma care. There are no national institutes for mental health care in North India. We will therefore set up a NIMHANS 2 and also upgrade national mental health institutes in Ranchi and in Tezpur as regional apex institutions. Emergencies expose families, particularly the poor and vulnerable, to unexpected expenditure. We will strengthen and increase these capacities by 50% in district hospitals by establishing emergency and trauma care centers. Focus on Purvodaya states and northeastern regions. Purvodaya. I propose the development of an integrated East Coast industrial corridor with a well-connected node at Durgapur, creation of 5 tourism destinations in 5 Purvodaya states, and the provision of 4,000 e-buses. Buddhist sites in northeastern region. The northeastern region is a civilizational confluence of Theravada and Mahayana or Vajrayana traditions. I propose to launch a scheme for development of Buddhist circuits in Arunachal Pradesh, Sikkim, Assam, Manipur, Mizoram, and Tripura. The scheme will cover preservation of temples and monasteries, pilgrimage interpretation centers, connectivity, and pilgrim amenities. 16th Finance Commission. On 17th November 2025, the 16th Finance Commission submitted its report to the President. As mandated under Article 281 of the Constitution, the government is to lay the report along with the explanatory memorandum on the action taken report on the recommendations of the Commission in Parliament, which, Sir, Honourable Speaker, you've allowed me to do at the commencement of the session. The government has accepted the recommendation of the Commission to retain the vertical share of devolution at 41%. As recommended by the Commission, I have provided 1.4 lakh crores of rupees to the states for the year 2026-2027 as Finance Commission grants. These include rural and urban local body and disaster management grants. Fiscal consolidation. Government has been delivering on our fiscal commitments consistently without compromising on social needs. To strive towards accepted standards of fiscal management in Budget 25-26, I had indicated that the central government would target reaching a debt to GDP ratio of 50 plus or minus 1% by 2030-31. In line with this,
The debt to GDP ratio is estimated to be 55.6% of GDP in BE 26-27, compared to 56.1% of GDP in RE 25-26. A declining debt to GDP ratio will gradually free up resources for priority sector lending and expenditure by reducing the outgo on interest payments. One of the main operational instruments for debt targeting is the fiscal deficit. I am happy to inform this august House that I fulfilled my commitment made in 2021-2022 to reduce fiscal deficit below 4.5% of GDP by 25-26. In RE 25-26, the fiscal deficit has been estimated at par with BE of 2025-26 at 4.4% of GDP. In line with the new fiscal prudence path of debt consolidation, the fiscal deficit in BE 26-27 is estimated to be 4.3% of the GDP. The revised estimates of the non-debt receipts are 34 lakh crore rupees, of which the centre's net tax receipts are 26.7 lakh crore. The revised estimate of the total expenditure is 49.6 lakh crore rupees, of which the capital expenditure is about 11 lakh crores. Budget estimates 2026 to 2027. Coming to 26-27, the non-debt receipts and the total are estimated as 36.5 lakh crore and 53.5 lakh crore respectively. The centre's net tax receipts are estimated at 28.7 lakh crore rupees. To finance the fiscal deficit, the net market borrowings from dated securities are estimated at 11.7 lakh crore rupees. The balance financing is expected to come from small savings and other sources. The gross market borrowings are estimated at 17.2 lakh crore rupees. I'll now move to Part B. Part B, direct taxes. Honorable Speaker, sir, I now present my proposals on direct taxes. New Income Tax Act. In July 2024, I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026. The simplified income tax rules and forms will be notified shortly, giving adequate time to taxpayers to acquaint themselves with its requirements. The forms have been redesigned such that ordinary citizens can comply without difficulty. Ease of living. I propose that any interest awarded by the Motor Accident Claims Tribunal to a natural person will be exempt from income tax, and any TDS on this account will be done away with. I propose to reduce TCS rate on the sale of overseas tour program package from the current 5% and 20% to 2% without any stipulation of amount. I propose to reduce TCS rate for pursuing education and for medical purposes under the Liberalized Remittance Scheme, popularly known as LRS, from 5% to 2%. Supply of manpower services is proposed to be specifically brought within the ambit of payment to contractors for the purpose of TDS to avoid ambiguity. Thus, TDS on these services will be at the rate of either 1% or 2% only.
I propose a scheme for small taxpayers, wherein a rule-based automated process will enable obtaining a lower or nil deduction certificate instead of filing an application with the assessing officer. For the ease of taxpayer holding securities in multiple companies, I propose to enable depositories to accept Form 15G or Form 15H from the investor and provide it directly to various relevant companies. I propose to extend time available for revising returns from 31st December to up to 31st March with the payment of a nominal fee. I also propose to stagger the timeline for filing of tax returns. Individuals with ITR 1 and ITR 2 returns will continue to file till 31st July, and non-audit business cases or trusts are proposed to be allowed time till 31st August. TDS on sale of immovable property by a non-resident is proposed to be deducted and deposited through resident buyers and his or her PAN-based challan instead of requiring a TAN, which is a temporary accounting number. To address practical issues of small taxpayers like students, young professionals, tech employees, relocated NRIs, and such others, I propose to introduce a one-time 6-month foreign asset disclosure scheme for these taxpayers to disclose income or assets below a certain size. This scheme would be applicable for two categories of taxpayers, namely A, who did not disclose their overseas income or assets, and B, who disclosed their overseas income and or paid due tax but could not declare the asset acquired. For category A, the limit of undisclosed income or asset is proposed to be up to 1 crore rupees. They need to pay 30% of fair market value of asset or 30% of undisclosed income as tax and 30% as additional income tax in lieu of penalty, and would thereby get immunity from prosecution. For category B, asset value is proposed to be up to 5 crore rupees. Here, immunity from both penalty and prosecution will be available with a payment of fee of 1 lakh rupees. Rationalizing penalty and prosecution. Multiplicity of proceedings are hindrance to the ease of doing business. I propose to integrate assessment and penalty proceedings by way of a common order for both. There will be no interest liability on the taxpayer on the penalty amount for the period of appeal before the first appellate authority, irrespective of the outcome of appeal process. Further, quantum of prepayment is being reduced from 20% to 10% and will continue to be calculated only on core tax demand. As an additional measure for reducing litigation, I propose to allow taxpayers to update their returns even after reassessment proceedings have been initiated, and an additional 10% tax rate over and above the rate applicable for the relevant year. The assessing officer will then use only this updated return in his proceedings. There is already a framework for immunity from penalty and prosecution in the cases of underreporting. I propose to apply this framework for immunity to misreporting too. However, in such a case, the taxpayer will need to pay 100% of the tax amount as an additional income tax over and above the tax and interest due. Penalties for certain technical defaults, such as failure to get accounts audited, non-furnishing of transfer pricing audit report, and default in furnishing statement for financial transactions are proposed to be converted into fee.
I propose to rationalize prosecution framework under Income Tax Act while maintaining a careful balance for deterrence in some serious offence. Non-production of books of account and documents and requirement of TDS payment where payment is made in kind are being decriminalized. Further, minor offences will attract fine only. The remaining prosecutions will be graded commensurate with the quantum of offence. They will entail only simple imprisonment with maximum imprisonment reduced to 2 years and power to courts to convert even those into fines. There is no penalty. There is no penalty presently for non-disclosure of non-immovable foreign assets with aggregate value less than 20 lakh rupees. I propose to also provide them with immunity from prosecution with retrospective effect from 1/10/2024. Cooperatives. Deduction is already allowed to a primary cooperative society engaged in supplying milk, oilseeds, fruits or vegetables raised or grown by its members. I propose to extend this deduction to also include supply of cattle feed and cotton seed produced by its members. I propose to allow inter-cooperative society dividend income as deduction under the new tax regime to the extent it is further distributed to its members. I further propose to allow exemption for a period of 3 years to dividend income received by a notified national cooperative federation on their investments made in companies up to 31/1/2026. This exemption would be allowed only for dividends further distributed to its member cooperatives. Supporting IT sector as India's growth engine. India is a global leader in software development services, IT-enabled services, knowledge process outsourcing services, and contract R&D services relating to software development. These businesses and their segments are quite interconnected with each other. All these services are proposed to be clubbed under a single category of information technology services with a common safe harbor margin of 15.5% applicable to all. The threshold for availing safe harbor for IT services is being enhanced substantially from 300 crore rupees to 2,000 crore rupees. Safe harbor for IT services shall be approved by an automated rule-driven process without any need for tax officer to examine and accept the application. Once applied by an IT services company, the same safe harbor can be continued for a period of 5 years at a stretch at its choice. For IT services companies who want to conclude advanced pricing agreement, APA, I propose to fast-track unilateral APA process for IT services and endeavor to conclude it within a period of 2 years. The period of 2 years can be extended by a further period of 6 months on taxpayers' request. I propose to extend the facility of modified returns available to the entity entering APA to its associated entities also. Attracting global business and investment. Recognizing the need to enable critical infrastructure and boost investment in data centers, I propose to provide tax holiday till 2047 to any foreign company that provides cloud services to customers globally by using data center services from India. It will, however, need to provide services to Indian customers through an Indian reseller entity. I also propose to provide a safe harbor of 15% on cost in case the company providing data center services from India is a related entity. To harness the efficiency of just-in-time logistics,
for electronic manufacturing. I propose to provide safe harbor to non-residents for component warehousing in a bonded warehouse at a profit margin of 2% of the invoice value. The resultant tax of about 0.7% will be much lower than in competing jurisdictions. To provide fillip to toll manufacturing in India, I propose to provide exemption from income tax for 5 years to any non-resident who provides capital goods, equipment or tooling to any toll manufacturer in a bonded zone. To encourage vast pool of global talent to work in India for a longer period of time, I propose to provide exemption to global, non-India sourced income of a non-resident expert for a stay period of 5 years under notified schemes. I propose to provide exemption from minimum alternate tax, the MAT, to all non-residents who pay tax on presumptive basis. Tax administration. I propose to constitute a joint committee of Ministry of Corporate Affairs and Central Board of Direct Taxes for incorporating the requirements of income computation and disclosure standards, the ICDS, in the Indian Accounting Standards, IND-AS itself. Separate accounting requirement based on ICDS will be done away with from the tax year 27-28. To support Prime Minister Modi's vision of homegrown accounting and advisory firms to become global leaders, I propose to rationalize the definition of accountant for the purposes of safe harbor rules. Other tax proposals. Change in taxation of buyback was brought in to address the improper use of buyback route by promoters. In the interest of minority shareholders, I propose to tax buyback for all types of shareholders as capital gains. However, to disincentivize misuse of tax arbitrage, promoters will pay an additional buyback tax. This will make effective tax 22% for corporate promoters. For non-corporate promoters, the effective tax will be 30%. TCS rate for sellers of specific goods, namely alcoholic liquor, scrap and minerals, will be rationalized to 2%, and that on tendu leaves will be reduced from 5% to 2%. I propose to raise the STT on futures to 0.05% from the present 0.02%. STT on options premium and exercise of options are both proposed to be raised to 0.15% from the present rate of 0.1% and 0.125% respectively. We reformed the taxation landscape for corporates in 2019 by providing them a simplified regime with lower tax rate so that they could productively focus on business rather than on claim of deductions and exemptions. To encourage companies to shift to the new regime, set off of brought forward MAT credit, minimum alternate tax credit, is proposed to be allowed to companies only in the new regime. Set off using available MAT credit is proposed to be allowed to an extent of 1/4 of the tax liability in the new regime. MAT is proposed to be made final tax, so there will be no further credit accumulation from 1st April 2026. In line with this change, the rate of final tax is being reduced to 14% from the current MAT rate of 15%. The brought forward MAT credit of taxpayers
accumulated till 30th March 2026 will continue to be available to them for set-off as above. Indirect taxes. I shall now take up proposals related to indirect taxes. My proposals for customs and central excise aim to further simplify the tariff structure, support domestic manufacturing, promote export competitiveness, and correct inversion in duty. To continue weeding out long-continuing customs duty exemptions, I propose to remove certain exemptions on items which are being manufactured in India or where the imports are negligible. Similarly, to further simplify the process of ascertaining the rate of duty applicable on a particular item, I propose to incorporate certain effective rates in various customs notifications to the tariff schedule itself. I shall now take up sector-specific proposals. Promotion of exports of marine, leather, and textile products. I propose to increase the limit for duty-free imports of specified inputs used for processing seafoods for export from the current 1% to 3% of FOB value of the previous year's export turnover. I also propose to allow duty-free imports of specified inputs, which is currently available for exports of leather or synthetic footwear, to exports of shoe uppers as well. I propose to extend the time period for export of final product from the existing 6 months to 1 year for exporters of leather or textile garments, leather or synthetic footwear, and other leather products. Energy transition and security. I propose to extend the basic customs duty exemption given to capital goods used for manufacturing lithium-ion cells for batteries to those used for manufacturing lithium-ion cells for battery energy storage systems also. I propose to exempt basic customs duty on import of sodium antimonate for use in manufacture of solar glass. Nuclear power. I propose to extend the existing basic customs duty exemption on imports of goods required for nuclear power projects till the year 2035 and expand it for all nuclear plants irrespective of their capacity. Critical minerals. It is proposed to provide basic customs duty exemption to the import of capital goods required for the processing of critical minerals in India. Biogas blended CNG. I propose to exclude the entire value of biogas while calculating the central excise duty payable on biogas blended CNG. Civil and defense aviation. I propose to exempt basic customs duty on components and parts required for the manufacture of civilian training and other aircrafts. It is proposed to exempt basic customs duty on raw materials imported for the manufacture of parts of aircraft to be used in maintenance, repair, or overall requirements by units in the defense sector. Electronics. To deepen value addition in the consumer electronics sector, I propose to exempt basic customs duty on specified parts used in the manufacture of microwave ovens. Special economic zone. To address the concerns arising about utilization of capacity by manufacturing units in the special economic zones due to global trade disruptions, I propose as a special one-time measure to facilitate sales by eligible manufacturing units in SEZs to the domestic tariff area at concessional rates of duty. The quantity of such sales will be limited to a prescribed proportion of their exports.
Necessary regulatory changes will be undertaken to operationalize the measures while ensuring level playing field for the units working in the DTA. Ease of living. To rationalize the customs duty structure for goods imported for personal use, I propose to reduce the tariff rate on all dutiable goods imported for personal use from 20% to 10%. To provide relief to patients, particularly those suffering from cancer, I propose to exempt basic customs duty on 17 drugs or medicines. I propose also to add 7 more rare diseases for the purposes of exempting import duties on personal imports of drugs, medicines, and food for special medical purposes used in their treatment. Customs process. India's role and share in the global trade is poised for a major leap in line with our ambition and journey towards Vikasit Bharat. In this regard, I propose many measures for custom processes to have minimal intervention for smoother and faster movement of goods and greater certainty to the trade. Trust-based systems. I propose to enhance duty deferral period for Tier 2 and Tier 3 authorized economic operators, known as AEOs, from 15 days to 30 days. I propose to provide eligible manufacturer importers the same duty deferral facility. This should encourage them to get themselves accredited as a full-fledged Tier 3 AEO in due course. To provide greater certainty and for better business planning, I propose to extend validity period of advance ruling binding on customs from the present 3 years to 5 years. In the spirit of the whole of government approach, government agencies will be encouraged to leverage AEO accreditation for preferential treatment in clearing their cargo. Regular importers with trusted long-standing supply chains will be recognized in the risk system so that the need for verification of their cargo every time can be minimized. Export cargo using electronic sealing. Export cargo using electronic sealing will be provided through clearance from the factory premises to the ship. For import of goods not needing any compliance, filing of bill of entry by a trusted importer and arrival of goods will automatically notify customs for completing their clearance formalities. This will enable goods to be released immediately on arrival. The customs warehouse framework will be transformed into a warehouse operator-centric system with a self-declarations, electronic tracking, and risk-based audit. These reforms will move away from the current system of officer-dependent approvals and reduce transaction delays and compliance costs. Ease of doing business. Approvals required for cargo clearance from various government agencies will be seamlessly processed through a single and interconnected digital window by the end of the financial year. Processes involved in clearance of food, drugs, plant, and animal and wildlife products, accounting for about 70% of interdicted cargo, will be operationalized on this system by April 2026 itself. For goods not having any compliance requirement, clearance will be done by customs immediately after online registration is completed by the importer, subject to the payment of duty. Customs integrated system will be rolled out in 2 years as a single integrated and scalable platform for all customs processes. Utilization of non-intrusive scanning with advanced imaging
and AI technology for risk assessment will be expanded in a phased manner with the objective to scan every container across all the major ports. New export opportunities to support Indian fishermen to fully harness the economic value of marine resources beyond our territorial waters. The following measures will be taken. A. Fish catch by an Indian fishing vessel in exclusive economic zone or on the high seas will be made free of duty. Landing of such fish on foreign port will be treated as export of goods. Safeguards will be put in place to prevent misuse during fish catch, transit or transshipment. To support aspirations of India's small businesses, artisans and startups to access global markets through e-commerce, I am pleased to announce complete removal of the current value cap of 10 lakh rupees per consignment on courier exports. In addition, handling of rejected and returned consignments will be improved with effective use of technology for identifying such consignments. I propose to revise provisions governing baggage clearance during international travel to address genuine concerns of passengers. The revised rules will enhance duty-free allowances in line with the present-day travel realities and provide clarity in temporary carriage of goods brought in or taken out. There are honest taxpayers who are willing to settle disputes by paying all their dues, but they get deterred due to negative connotation associated with penalty. They will now be able to close cases by paying an additional amount in lieu of penalty. Honorable Speaker, sir, with this, I commend the budget to this august House. Jai Hind. One and a half hours. Item number 3, माननीय वित्त मंत्री जी. Item number 2, sir. 3. Sir, with your permission, I rise to lay on the table of the following statements under Section 3, 1 of the Fiscal Responsibility and Budget Management Act of 2003. Medium-term fiscal policy cum fiscal policy strategy statement and macroeconomic framework statement. Item number 4, माननीय वित्त मंत्री जी. Sir, with your permission, I move for leave to introduce the Finance Bill 2026. प्रश्न ये कि विधेयक को पुनर्स्थापित करने की अनुमति प्रदान की जाए. जो सदस्य इस पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में हाँ वालों के पक्ष में अनुमति प्रदान की जाती है. माननीय मंत्री जी, अब विधेयक पूरे स्थापित करें. Sir, I introduce the bill. माननीय सदस्यगण, आपको सूचित किया जाता है कि माननीय वित्त मंत्री जी के बजट भाषण की कॉपी पब्लिकेशन काउंटर पर ली जाती है. बजट भाषण और बजट से संबंधित दस्तावेज आपके मोबाइल फोन और मेंबर पोर्टल्स पर ही उपलब्ध है. सभा की कार्रवाई कल सोमवार दिनांक 2 फरवरी 2026 को प्राप्त 11 बजे तक के लिए स्थगित की जाती है. രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റ് അവതരണം പൂർത്തിയാകുമ്പോൾ അങ്ങനെ കൂടുതൽ ജനകീയമായ അല്ലെങ്കിൽ വലിയ തോതിൽ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന തരത്തിലോ ഉള്ള പ്രഖ്യാപനങ്ങൾ ഇല്ല എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. ഇനി ബജറ്റിന്റെ കോപ്പി ലഭ്യമാകുമ്പോൾ ആയിരിക്കും ഇത് സംബന്ധിച്ചൊരു പൂർണ്ണ രൂപം വ്യക്തമാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും കേരളത്തിന്റെ ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് ഇത്തവണയും കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നതാണ് എങ്കിൽ 7
7 കോറിഡോറുകൾ ആണ് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ എവിടെയും തന്നെ കേരളം ഇടം പിടിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ആയിരുന്ന എയിംസ്, ഇത്തവണയും കേരളത്തിന് എയിംസ് അനുവദിച്ചേക്കാം എന്ന തരത്തിൽ പ്രതീക്ഷകളുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള പ്രഖ്യാപനവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ കേരളത്തിന് പ്രത്യക്ഷമായി ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നികുതി ഘടന കൂടുതൽ സുഗമമാക്കും, ലഘൂകരിക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പൂർണ്ണമായ വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായി പ്രേക്ഷകരോട് പറയാനുള്ളത്. ഒട്ടേറെ പ്രഖ്യാപനങ്ങളുണ്ട്. നേരത്തെ നമ്മൾ ഈ ബജറ്റ് അവതരണത്തിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും പേരുകൾ എടുത്തു പറയുന്ന ഒരു രീതിയില്ല. അതിനപ്പുറത്ത് ഓരോ പദ്ധതികളിലും ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ, പ്രദേശങ്ങൾ ഏതൊക്കെ എന്ന നിലയിൽ ആണ് പ്രധാനമായും പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത്. ഇപ്പോൾ 3 പുതിയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എയിംസ് മാതൃകയിൽ ആരംഭിക്കും എന്ന പ്രഖ്യാപനമുണ്ട്. ഉയർന്ന നിലവാരമുള്ള സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഗവേഷണത്തിനുമായി സംരംഭങ്ങൾ തുടങ്ങും എന്ന പ്രഖ്യാപനം ഉണ്ട്. മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന ഏതൊരു പലിശയും ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കും എന്ന നിലയിലുള്ള ഈ നികുതി ഘടനയിൽ അല്ലെങ്കിൽ ആദായ നികുതിയിൽ ചില പ്രത്യേകതകളും പ്രഖ്യാപനങ്ങളും ഉണ്ട്. അതിൻ്റെ പൂർണ്ണമായ രൂപം പുറത്തു വരേണ്ടതുണ്ട്. അതിവേഗ റെയിൽപാത പരിശോധിക്കുമ്പോൾ മുംബൈ മുതൽ പൂനെ വരെ, പൂനെ മുതൽ ഹൈദരാബാദ് വരെ, ഹൈദരാബാദ് മുതൽ ബാംഗ്ലൂരു വരെ, ഹൈദരാബാദ് ടു ചെന്നൈ, ചെന്നൈ ടു ബാംഗ്ലൂരു, ഡൽഹി ടു വാരണാസി, വാരണാസി മുതൽ സിലിഗുരി വരെ ഉള്ള പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ കേരളത്തിൻ്റെ അതിവേഗ റെയിൽ എന്ന ആവശ്യത്തോട് കേന്ദ്രം മുഖം തിരിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം മാറുന്ന കാലത്തിന് അനുസരിച്ച് ഇലക്ട്രോണിക്സ് മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപ സാധ്യതകൾ തുറന്നിടുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക വർഷത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിനുള്ള വിഹിതം 40,000 കോടി രൂപയായി ഉയർത്തും എന്ന് പറയുമ്പോൾ അത് കൃത്യമായും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് അമേരിക്കയുടെ തീരുവ യുദ്ധം, അതിനുള്ള മറുപടി കൂടി എന്ന നിലയിൽ AI രംഗത്ത്, ടെക്നോളജി രംഗത്ത് കൂടുതൽ ഇന്ത്യ പ്രാധാന്യം നൽകുന്നു എന്ന് വേണം നമുക്ക് പരിശോധിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ. 2030 ആകുമ്പോഴേക്കും ഇന്ത്യൻ കശുവണ്ടിയും കൊക്കോയും മുൻനിര ആഗോള ബ്രാൻഡുകൾ ആക്കി മാറ്റുമെന്ന പ്രഖ്യാപനമുണ്ട്. അതൊരു പരിധിവരെ കേരളത്തെ കൂടി സ്പർശിച്ചു പോകുന്ന ഒരു പ്രഖ്യാപനം ആയി നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ കാണുന്നുണ്ട്. 5 പ്രാദേശിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കും എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത്. അങ്ങനെ മെഡിക്കൽ ടൂറിസം പദ്ധതി പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിൽ അപൂർവ ധാതു ഇടനാഴി സ്ഥാപിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കേരളത്തിൻ്റെ പേരുകൂടി ഉണ്ട് എന്നത് തന്നെയാണ്. കരിമണൽ പോലെയുള്ള ധാതു ഇടനാഴിയാണോ ഇതിൽ ഉൾപ്പെടുക എന്നത് അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാകും. സെമി കണ്ടക്ടർ മിഷന് 40,000 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. കേരളത്തെ ചേർത്തുകൊണ്ടുള്ള റയർ എർത്ത് കോറിഡോർ എന്ന ആവശ്യത്തിന് അനുകൂലമാകുന്ന ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് തീർച്ചയായും കേരളത്തിന് വലിയ സാധ്യതകൾ തുറന്നിടുന്ന ഇടനാഴിയായി തന്നെ മനസ്സിലാക്കേണ്ടതായി വരും ഇപ്പോഴത്തെ ഘട്ടത്തിൽ. അങ്ങനെയെങ്കിൽ അത് കേരളത്തിന് ഗുണകരമാകും എന്നതിൽ തർക്കമില്ല. അങ്ങനെ ധാതു സമ്പത്ത് കൂടുതൽ എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ബജറ്റിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ഉൾക്കൊള്ളേണ്ടത്. കേരളം, തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ആണ് അപൂർവ ഭൗമ മൂലകങ്ങളുടെ ഗവേഷണവും ഖനനവും സംസ്കരണവും നടത്തുക എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് കരിമണൽ അതിൻ്റെ ഭാഗമാകുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന് വലിയ വികസന കുതിപ്പിന് സാധ്യതയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ബജറ്റിൻ്റെ കോപ്പി ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള MPമാർക്കടക്കം അതിൽ കൂടുതൽ വ്യക്തത വരുത്താനും സാധിക്കുന്ന ഒന്നാണ്. എന്തായാലും ബജറ്റ് അവസാനിക്കുമ്പോൾ ഈ നിലയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, എന്തൊക്കെയാണ് ഓരോ പദ്ധതികളുടെയും വിഹിതം, ഏതൊക്കെ പദ്ധതികളിൽ കേരളം ഉൾപ്പെടുന്നു എന്നത് പൂർണ്ണമായും നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുക ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും കേരളം ആവശ്യപ്പെട്ട 1-2 കാര്യങ്ങൾ, അതിലിപ്പോൾ റയർ എർത്ത് കോറിഡോർ ഒക്കെ ഉൾപ്പെടുന്നു. എങ്കിൽ പോലും അതിവേഗ റെയിൽ, വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ, കേരളത്തിൻ്റെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, ഇതൊക്കെ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എവിടെയും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതുവരെ കേട്ടതിൽ നിന്ന് നമുക്ക് ചുരുക്കി പറയാവുന്ന ഒന്ന്, വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായ ബംഗാളിനും അതോടൊപ്പം തന്നെ തമിഴ്നാടിനുമൊക്കെ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ
കേരളത്തിന് കടലാമ പരിചരണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ബംഗാളിനായാലും തമിഴ്നാടിനായാലും വലിയ പദ്ധതികൾ അവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന് ആശ്വാസകരമായ അത്തരം പദ്ധതികളൊന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല. എയിംസ് വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണ് ഇവിടെ. അതിനെ എയിംസ് വരുന്നില്ല, വല്ലാതെ വൈകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ അതിനെ മോശപ്പെട്ട രീതിയിലടക്കം കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂർ എം പിയും ശ്രീ സുരേഷ് ഗോപി അടക്കം സംസാരിച്ചാണ്. പക്ഷേ എയിംസ് സംബന്ധിച്ചും കേരളത്തിന് പ്രഖ്യാപനങ്ങളൊന്നുമില്ല. അപൂർവ ധാതു മണൽ, കേരളത്തിൻ്റെ റയർ എർത്തിനെ സംബന്ധിച്ച് കേരളവും ഒറീസയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇതുള്ളത്, ധാരാളമായുള്ളത്. അതിനെ സംബന്ധിച്ച് അതിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കടലാമ പരിചരണത്തിന് വേണ്ടി കേരളത്തിൻ്റെ കടൽ തീരത്ത് കേന്ദ്രീകരിച്ച് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മുംബൈ പൂനെ, ഹൈദരാബാദ് ബാംഗ്ലൂരു, ഡൽഹി വാരണാസി സിലിഗുരി, പൂനെ ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബാംഗ്ലൂരു. തമിഴ്നാട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും 2 ഹൈസ്പീഡ് കോറിഡോറുകൾ പോകുന്നു. അത് രണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിലിഗുരിയിലേക്ക്, വാരണാസിയിൽ നിന്ന് സിലിഗുരിയിലേക്ക്, യുപിയിൽ നിന്ന് ബംഗാളിനെ സംബന്ധിച്ചും ഇത് നേട്ടം തന്നെയാണ്. പക്ഷേ കേരളം ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തത്തിൽ പഠനം നടത്തി ശ്രീധരൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് കേരളം വലുതായി പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എന്തായാലും 7 ഹൈസ്പീഡ് കോറിഡോറുകൾ ഉൾപ്പെടുമ്പോൾ കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യമായ കേന്ദ്ര സർക്കാരിന് മുന്നിൽ പലതവണ എത്തിയ ഈ പദ്ധതി ഉൾപ്പെട്ടിട്ടില്ല. മറ്റൊന്ന് എയിംസിൻ്റെ പ്രഖ്യാപനം. ഇത്തവണയെങ്കിലും എയിംസിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും, കേരളത്തിലെ എയിംസ് യാഥാർത്ഥ്യമാകും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനവും എവിടെയും ഉണ്ടായിട്ടില്ല. മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കെല്ലാം എയിംസ് പ്രാവർത്തികമായപ്പോൾ കേരളം ഇപ്പോഴും അതൊരു സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി കേരളം ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പദ്ധതികളുണ്ട്. റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി അടക്കമുള്ള പദ്ധതികളുണ്ടായിരുന്നു. അതിന് എന്തായാലും ഇത്തവണ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കേരളം വലിയ പ്രതീക്ഷ വെച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് അദാനി പോർട്ടിന്റെ മുൻ എം പി കൂടിയായിട്ടുള്ള എ സമ്പത്ത് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എ സമ്പത്ത്, അതായത് ബജറ്റിന്റെ ഒരു പ്രാഥമിക പിക്ചർ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കേരളത്തിന്റെ ആവശ്യങ്ങളോട് ഇത്തവണയും കേന്ദ്രം മുഖം തിരിച്ചു എന്നാണോ? നമ്മൾ യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനെ വിലയിരുത്തുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം വിലയിരുത്തേണ്ടത്. ഞാൻ ബഹുമാനിയായ ധനകാര്യമന്ത്രിയുടെ ശ്രീമതി നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ യൂണിയൻ ബഡ്ജറ്റ് അവതരണമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. പ്രസംഗത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. എങ്കിൽ പോലും ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ഈ നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ അവരുടെ പ്രതിശീർഷ വരുമാനം, റിയൽ പെർ ക്യാപിറ്റ ഇൻകം യഥാർത്ഥത്തിലുള്ളത് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അതായത് ആളുകളുടെ റിയൽ പർച്ചേസിംഗ് പവർ എന്ന് നമ്മൾ പറയുന്നത്, സാധനങ്ങൾ വാങ്ങാൻ, സർവീസസിന് ചിലവാക്കാൻ, അവരുടെ ദൈനംദിന ജീവിതത്തിന് എന്നുള്ളത് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫോർമൽ സെക്ടറിൽ നിന്ന് ആളുകളെ ഇൻഫോർമൽ സെക്ടറിലേക്ക് തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ഥിരം തൊഴിലുകൾ അത് അപ്രത്യക്ഷമാവുകയും കരാറടിസ്ഥാനത്തിലേക്ക് അത്തരത്തിൽ ആളുകളെ തള്ളി നീക്കുകയും നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന നിലയിലേക്ക് വരികയാണ്. അടിസ്ഥാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ ബഡ്ജറ്റ് എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഞാൻ ഒരു മിനിറ്റ് കൂടി എടുത്ത് പറയാം. അതിപ്പോ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് ഇനിയും തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള തെലുങ്കുദേശം പാർട്ടി തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുകയും അത്തരം കാര്യങ്ങളെല്ലാം നടന്ന രാംജി എന്നുള്ള പേരിലേക്കെല്ലാം മാറ്റുകയും എല്ലാം ചെയ്യുകയും അതിന്റെ മൊത്തം ചെലവിന്റെ 40% സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കെട്ടിവയ്ക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ TDP തന്നെ ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് 2500 കോടി രൂപയുടെ അധിക ബാധ്യത വരികയാണ്. ആ 2500 കോടി രൂപയുടെ അധിക ബാധ്യത ഇന്ത്യ ഗവൺമെന്റ്, ഇത് പൂർണ്ണമായി ഇന്ത്യ ഗവൺമെന്റ് വഹിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെയാണ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്.
മറ്റൊന്ന് ഡെവല്യൂഷൻ ഓഫ് ടാക്സസുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെതാണ്. അത് നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഏറ്റവും ഒടുവിലത്തെ നിലപാട് എന്താണ് എന്ന് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. കേരളം എന്ന സംസ്ഥാനത്തിന് ഏറ്റവും ഒടുവിലായി ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് 1.90% അങ്ങനെ ആ ഇതിന്റെ നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വരുമ്പോൾ വാസ്തവത്തിൽ ഇന്നത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് വരുന്ന നികുതി പണത്തിന്റെ 50% ഏറ്റവും കുറഞ്ഞത് സംസ്ഥാനങ്ങളുമായി അത്തരത്തിൽ വീതം വെക്കണമെന്നുള്ളതാണ്. ഇത് കൂടാതെയാണ് ഗ്രാൻസിന് എയ്ഡായി വരേണ്ടതും മറ്റു വിധത്തിലുള്ള ധനസഹായങ്ങൾ വരേണ്ടതും. ഇത്തരം കാര്യങ്ങൾ ലഭ്യമല്ലാതിരിക്കുകയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ സ്വകാര്യവൽക്കരിക്കുന്ന നിലയിലേക്ക്, കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുന്ന നിലയിലേക്ക്, അതിൽ തന്നെ ഈ 500 കോർപ്പറേറ്റുകളെ ഇന്ത്യയിലെടുത്താൽ അതിൽ ഏറ്റവും മുകളിലുള്ള 10 കൂട്ടരുടെ കയ്യിലാണ് ഇന്ത്യയിലെ സമ്പത്തുക്കൾ, ആസ്തികൾ, സ്വത്തുക്കൾ ചെന്നെത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഇവിടെ ഇപ്പോൾ ഇടത്തരക്കാരായിട്ടുള്ള ആളുകളും ഈ സ്ഥിരം തൊഴിൽ അത്തരത്തിൽ ലഭ്യമാകുന്നവർ, നമ്മൾ അത്തരത്തിൽ പറയുന്ന ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുന്ന ആളുകളുടെ പോലും യഥാർത്ഥത്തിലുള്ള അവരുടെ വരുമാനത്തിൽ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കാനായി നമുക്ക് കഴിയണം. ബഡ്ജറ്റ് എത്ര കണ്ട് ഇക്കാര്യത്തിൽ ഫലവത്താകുന്നു എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. യെസ്, വളരെയധികം നന്ദി ശ്രീ സമ്പത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അതാണ്, അല്പസമയത്തിനകം തന്നെ ബജറ്റിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാകും. അപ്പോൾ മാത്രമാണ് ആധികാരികമായി നമുക്ക് പ്രാഥമികമായി എന്തൊക്കെ സ്പർശിച്ചു പോയി എന്നത് മാത്രമാണ് ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കായിക മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഖേലോ ഇന്ത്യ ദൗത്യം ആരംഭിക്കും എന്ന് ബജറ്റിൽ പറയുന്നുണ്ട്. ജാംനഗറിലെ ലോകാരോഗ്യ സംഘടനയുടെ മെഡിക്കൽ സെന്റർ നവീകരിക്കും എന്നതാണ് മറ്റൊരു പ്രഖ്യാപനമായി പറയുന്നത്. ഒപ്പം നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കും എന്നതാണ്. അതിൽ കേരളം ഉൾപ്പെടുമോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ? നാളികേരം എന്നത് ഇപ്പോൾ കേരളത്തിൽ അടക്കം അതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേരളത്തിന് ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക എന്നത് അറിയേണ്ടതുണ്ട്. മറ്റൊന്ന് AI-യുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ ആനിമേഷൻ, വിഷ്വൽ എഫക്റ്റ്, ഗെയിമിംഗ് മേഖലകൾക്ക് കൂടുതൽ സഹായം നൽകും എന്നതാണ്. അങ്ങനെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ച് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കും എന്നുള്ളതാണ്. ആയുഷ് ഫാർമസികളും മരുന്ന് പരിശോധനാ ലാബുകളും നവീകരിക്കും എന്നുള്ളതാണ്. ഈ 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുമ്പോൾ അത് എവിടെയൊക്കെ എന്നതും നമുക്ക് അറിയേണ്ടതുണ്ട്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് എന്നത് ഏപ്രിൽ 1 മുതൽ പുതിയ ആദായ നികുതി ആക്ട് പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആദായ നികുതി സ്ലാബുകളിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല. നേരത്തെ നമ്മൾ ന്യൂസ് ടെൻസിൽ തന്നെ അക്കാര്യം സൂചിപ്പിച്ചതാണ്. 12 ലക്ഷം വരെയുള്ളവർക്കാണ് ആദായ നികുതിയുടെ ഇളവ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉള്ളതായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതേസമയം പ്രവാസികളുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ നമ്മൾ ഈ പ്രഖ്യാപനത്തിൽ കാണുന്നുമുണ്ട്. അതുകൊണ്ട് കേരളത്തിന് ഒരു പരിധിവരെ അത് ഗുണകരമാകും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു സംസ്ഥാനം ആണ് കേരളം എന്നതാണ്. ഒപ്പം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഫിനാൻസ് കമ്മീഷൻ നൽകുന്ന ഗ്രാൻഡ് അത് 1.4 ലക്ഷം കോടി രൂപ എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതാനും മിനിറ്റ് മുമ്പ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ആണ് 15ാം ധനകാര്യ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച ശുപാർശകൾ നൽകുന്നത്. ഗ്രാൻഡ് എത്ര നൽകണം എന്നത് ഉൾപ്പെടെ തീരുമാനിക്കുന്നത്. ആ കമ്മീഷൻ്റെ കാലാവധി ഈ ഏപ്രിൽ മാസത്തോടുകൂടി, ഈ മാർച്ച് മാസത്തോടുകൂടി അവസാനിക്കും. അങ്ങനെ 16ാം ധനകാര്യ കമ്മീഷൻ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം മറ്റു ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ ക്യാൻസർ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ക്യാൻസർ മരുന്നുകളുടെ വില ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറയും. 7 അപൂർവ രോഗങ്ങളുടെ മരുന്നുകൾക്കും ഇനി തീരുവ ഉണ്ടാകില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. തുകൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയും. കടൽ വിഭവങ്ങൾക്ക് വില കുറയും എന്നതും എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ഈ ജല ഇടനാഴികൾ ഉൾപ്പെടെ കൂടുതലായി സ്ഥാപിക്കുവാനുള്ള നീക്കം ഇപ്പോൾ ഈ ബജറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആണ് ഇപ്പോൾ പ്രധാനമായും നടത്തിയിട്ടുള്ളത്. ഇന്ന് അവധി ദിവസമാണ് എങ്കിൽ പോലും ഓഹരി വിപണികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുതന്നെ എടുത്തു പറയേണ്ടതാണ്. ഓഹരി വിപണിയിൽ ഒരു ഘട്ടത്തിൽ തകർച്ച തന്നെ നേരിടുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ്. ബജറ്റ് എങ്ങനെയാണ് ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുന്നത് എന്നതുൾപ്പെടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. എന്തായാലും കിരൺ തുടരുകയാണ്. കിരൺ, ഇവിടെ ഇതാ ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഈ മോദി സർക്കാരിൻ്റെ 3ാം ബജറ്റിൽ സാധ്യതയില്ല എന്ന ഒരു പൊതു നിരീക്ഷണം ഉണ്ടായിരുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലില്ല, ഏതെങ്കിലും തരത്തിൽ മുന്നണിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഭീഷണിയില്ല, സമ്മർദ്ദങ്ങളില്ല എന്നതുകൊണ്ട് തന്നെ
എങ്കിൽ പോലും ഇപ്പോൾ ഈ ആകർഷകമാകുന്ന പ്രഖ്യാപനങ്ങളുടെ ഗണത്തിലേക്ക് ഏതൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉൾപ്പെടുന്നത് കിരൺ? അഭിലാഷ്, പ്രധാനമായും ഈ 7 റെയിൽ കോറിഡോർ, ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതി തന്നെയാണ് ഏറ്റവും അതിൽ ആകർഷകമായ പ്രഖ്യാപനമായി വരുന്നത്. അതോടൊപ്പം തന്നെ 3 എയിംസ് മാതൃകയിൽ 3 ആയുർവേദ മെഡിക്കൽ കോളേജുകൾ വരുന്നു എന്നുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രഖ്യാപനങ്ങൾ, ഏകദേശം 10 പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടത്. അതിൻ്റെ പലതിൻ്റെയും ഗുണം കേരളത്തിന് കൂടി ലഭിക്കുന്നതാണ്. തേങ്ങയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ കശുവണ്ടി മൂല്യവർദ്ധിത ഉൽപ്പന്നമായി കശുവണ്ടി പ്രീമിയം ക്വാളിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ശേഷിയുള്ള അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള കശുവണ്ടി ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളുമൊക്കെ ഉണ്ട്. ഈ 10 പ്രധാനപ്പെട്ട മേഖലകൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ബജറ്റ് മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെയാണ്. ഒന്ന്, ചെറുകിട കർഷകർക്ക് പ്രത്യേകമായ ശ്രദ്ധ നൽകുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ മേഖലയിൽ കേരളത്തിൻ്റെ പല കാർഷിക മേഖലയിലും അത് ഗുണം നൽകുന്നതാണ്. ദുർബലരെ ശാക്തീകരിക്കുക, അതോടൊപ്പം തന്നെ ഈ കർഷകരുടെ മാനസിക ആരോഗ്യവും ട്രോമ കെയർ ലഭ്യമാക്കുക എന്നുള്ളതാണ്. കാർഷിക മേഖലയിൽ വലിയ തരത്തിലുള്ള ആത്മഹത്യയും ഒക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക, അതിന് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനമാണ്. ആ മേഖലയിലൂടെ ബഡ്ജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറ്റൊന്ന്, 500 ജലസംഭരണികൾ വികസിപ്പിക്കാനുള്ള പദ്ധതി ബജറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളിലെ മത്സ്യബന്ധന ശൃംഖല ശക്തിപ്പെടുത്തുക, അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരളം 29 ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്. അതിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടുന്നുണ്ടായിരുന്നു, വിഴിഞ്ഞത്തിന് കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രഖ്യാപനത്തിൽ കാണാൻ സാധിക്കുന്നില്ല. നാളികേര കർഷകരെ പ്രോത്സാഹിപ്പിക്കുമെന്നത് കാണുന്നുണ്ട്. ധാതുമണലുമായി ബന്ധപ്പെട്ട ഇടനാഴി കേരളത്തിന് അനുവദിച്ചു എന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചില പദ്ധതികളിൽ കേരളത്തിൻ്റെ പേരുകൂടി കേൾക്കാൻ സാധിച്ചു. എങ്ങനെയാണ് താങ്കൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്? അതെ, ഇതിപ്പോ നമ്മള് പ്രാഥമികമായി കേരളത്തിന്റെ പേര്, ഇപ്പൊ നാളികേരം എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് കേരളത്തിന്റെ പേരാണ്. പക്ഷെ ഇന്ന് കേരളത്തെക്കാൾ നാളികേരം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ കിട്ടാതെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രതീക്ഷ ഒന്നും നടന്നിട്ടില്ല. കേരളത്തിന് എയിംസ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പുതിയ ഹൈവേ വരുന്നു എന്ന് പറഞ്ഞു, പിന്നെ അതിവേഗ ഹൈവേ വരുന്നു എന്ന് പറഞ്ഞു, അതായിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പൊതുവായി പറഞ്ഞ പല കാര്യങ്ങളിലും കേരളത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നല്ലാതെ എക്സ്ക്ലൂസീവായി അതിനെക്കുറിച്ച് വിവരം കിട്ടണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണെന്ന് യാതൊരു ഇതുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. യെസ്, എന്തായാലും കൂടുതൽ ഡേറ്റകൾ പുറത്തു വന്നതിന് ശേഷമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ. അതേസമയം ചില നീക്കങ്ങൾ, പ്രത്യേകിച്ച് ഫാർമ രംഗത്തടക്കം വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുമ്പോൾ അത് തീർച്ചയായും രാജ്യത്തിൻ്റെ കയറ്റുമതി മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്, അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിന് ഇന്ത്യയുടെ മറുപടി എന്ത് എന്നതാണ്. അവിടെയാണ് യൂറോപ്യൻ യൂണിയനുമായി കരാറിലേക്ക് ഏർപ്പെടുമ്പോൾ ഫാർമ രംഗത്ത് നിന്ന് അടക്കം വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇന്ത്യയെ ഗ്ലോബൽ ബയോ ഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ 10,000 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത് എന്നതാണ്. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന് വേണ്ടി 40,000 കോടി രൂപയും മാറ്റിവെക്കുമ്പോൾ അവിടെ അത്തരം കൃത്യമായ ലക്ഷ്യങ്ങൾ ഈ ബജറ്റ് മുന്നിൽ കാണുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ വ്യവസായ ഭൂപടത്തിൽ തങ്ങളുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയവർ, കോടികളുടെ ആസ്തിയുള്ളവർ, പുറമേ നിന്ന് നോക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളാലും അനുഗ്രഹീതർ എന്ന് നാം കരുതുന്ന പല വ്യവസായ പ്രമുഖരും ഇന്ന് ഒരു മുഴം കയറിലോ കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള ഒരു ചാട്ടത്തിലോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയിലോ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നത് കേരളത്തെയും ഇന്ത്യയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. കഫേ കോഫിയുടെ ഉടമ VG സിദ്ധാർത്ഥയിൽ തുടങ്ങി ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിൽ എത്തി നിൽക്കുന്ന ഈ ആത്മഹത്യകളുടെ പരമ്പര കേവലം വ്യക്തിപരമായ പരാജയങ്ങളല്ല, മറിച്ച് നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ചും അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്.
2019 VG സിദ്ധാർത്ഥയുടെ മൃതദേഹം നേത്രാവതി പുഴയിൽ കണ്ടെത്തിയപ്പോൾ 2026 ബജറ്റ് അവതരണം പൂർത്തിയാകുമ്പോൾ കേരളം പ്രതീക്ഷ പുലർത്താൻ പറ്റുന്നത് ഇപ്പോൾ പ്രധാനമായും ഈ റെയർ എർത്ത് കോറിഡോറിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരുന്നു. കാരണം ധാതു മണൽ ഖനനത്തിനുള്ള വലിയ സാധ്യത കേരളത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ്. ഒരു പക്ഷേ അങ്ങനെ കേരളത്തിന് ഗുണകരമാകുന്ന ഒന്നായി ഈ പദ്ധതി മാറുമോ എന്നത് നമുക്ക് അല്പം കൂടി വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. 10,000 കോടി രൂപയാണ് ഇന്ത്യയെ ഗ്ലോബൽ ബയോ ഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കുന്നതിന് വേണ്ടി ബജറ്റിൽ മാറ്റിവെക്കുന്നത്. കണ്ടെയ്നർ നിർമ്മാണത്തിനായി 5,000 കോടി രൂപ ബജറ്റിൽ നീക്കിവെക്കുന്നുണ്ട്. ഒപ്പം നെയ്ത്തുകാർക്ക്, കരകൗശല വിദഗ്ധർക്ക്, ഇവർക്ക് നാഷണൽ ഹാൻഡ്ലൂം ഹാൻഡിക്രാഫ്റ്റ്സ് പദ്ധതി അത് കേരളത്തിലെ ജനങ്ങളെ കൂടി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് ബാധകമാകുന്ന ഒന്ന് തന്നെയാണ്. സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന്, ഗവേഷണത്തിനായി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. നാഷണൽ ഫൈബർ പ്രൊജക്ട് ഉടൻ യാഥാർത്ഥ്യമാക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറുകിട പദ്ധതികൾക്കായി 2,000 കോടി രൂപ ആണ് വകയിരുത്തിയിട്ടുള്ളത്. പക്ഷേ പ്രത്യക്ഷമായി കേരളം ആവശ്യപ്പെട്ട പദ്ധതികൾ, അതിൽ ഒന്ന് അതിവേഗ റെയിൽ എന്നതായിരുന്നു. 7 അതിവേഗ റെയിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ പേരില്ല. മറ്റൊന്ന് വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു. കൂടുതൽ പ്രഖ്യാപനങ്ങൾ അത് നമുക്ക് പ്രാഥമികമായി കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടാറുണ്ടെങ്കിലും ലഭിക്കാറില്ല. ഇത്തവണയും അത് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കിരൺ, ഇങ്ങനെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ തള്ളുമ്പോൾ പോലും കേരളം ഉൾപ്പെടുന്ന പല പദ്ധതികളും ഈ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അവിടെ നേരത്തെ മുൻ എം പിയും ഒക്കെ പ്രതികരിച്ചതുപോലെ കുറച്ചുകൂടി വ്യക്തത ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട് താനും. കിരൺ, അഭിലാഷ്, അത് തന്നെയാണ് ഇപ്പോൾ പൊതുവായി നാളികേര വികസനത്തിന് പദ്ധതി പ്രഖ്യാപിക്കുന്നതെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? ആകെ മന്ത്രി ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് ഉൽപ്പാദനക്ഷമത കുറഞ്ഞ തെങ്ങ് വെട്ടി പുതിയ ഉൽപ്പാദനക്ഷമതയുള്ള തെങ്ങിൻ തൈകൾ വെക്കാനുള്ള പദ്ധതി എന്നാണ് മാത്രമാണ് പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അത്തരം തൈയുടെ വിതരണവും ഒക്കെ ഫലപ്രദമായി കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി നടക്കുന്നതാണ്. അതുകൊണ്ട് ഈ പദ്ധതി നിലവിൽ വരുമ്പോൾ അത് എങ്ങനെയൊക്കെല്ലാം കേരളത്തിന് ഗുണകരമാകും എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ പൊതുവേ നാളികേര വികസനത്തിന് വേണ്ടി ഏത് പദ്ധതി എടുത്താലും നാളികേരം ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഇപ്പോൾ ആ ഉൽപ്പാദനത്തിൻ്റെ അളവൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഏറെ പിന്നാക്കം പോയെങ്കിലും ഇപ്പോഴും നാളികേര ഉൽപ്പാദനത്തിൽ സജീവമായിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിന് അത് നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട തീരദേശ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കൊണ്ടുവരുന്നത്. അതും കേരളത്തിന് സ്വാഭാവികമായും അതിൻ്റെ ഒരു ഭാഗം നേട്ടം കേരളത്തിനുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് 20 ജലപാതകളുടെ വികസനം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അത് ഏതെല്ലാമാണ് ജലപാതകൾ എന്ന് സംബന്ധിച്ച് ബഡ്ജറ്റ് പ്രസംഗത്തിൽ എവിടെയും പറയുന്നില്ല. കേരളവും അത്തരം ചില പദ്ധതികളൊക്കെ ദീർഘകാലമായി സമർപ്പിച്ചിട്ടുള്ളതാണ്. കേരളത്തിന് ഈ കടൽ വഴിയുള്ള അല്ലെങ്കിൽ ശുദ്ധജലത്തിലൂടെ ഉള്ളതുമായ കായൽ വഴിയുള്ളതുമായ ജലപാതകൾ കേരളം അത്തരം പദ്ധതിയൊക്കെ കുറേ കാലമായുണ്ട്. അതിലേതെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും ഇപ്പോഴും വ്യക്തമല്ല. അതോടൊപ്പം തന്നെ കന്നുകാലി മേഖല, അതിൻ്റെ വളർച്ചയ്ക്ക്, കന്നുകാലികളുടെ പാലുൽപാദന മേഖലയിലടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അതും ഒരു തരത്തിൽ കേരളത്തിലെ കന്നുകാലികളെ വളർത്തുന്ന ആളുകൾക്കൊക്കെ പ്രയോജനപ്പെടാൻ സാധ്യതയുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗുണനിലവാരം കൂടിയ ഇന്ത്യൻ കശുവണ്ടി കൊക്കോ ഇത് ഉറപ്പാക്കുക എന്നുള്ളത്, ഈ കശുവണ്ടിയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതും കേരളത്തെ സംബന്ധിച്ച് വലിയ നേട്ടമൊന്നുമല്ല. ഇതെല്ലാം അങ്ങനെ കേരളത്തിന് ആണ് പ്രധാനമെന്നൊക്കെ പറയാം. പൊതുവായി എല്ലായിടത്തും ഉണ്ടാകുന്ന നേട്ടത്തിനൊപ്പം കേരളത്തിന് കൂടി നേട്ടമുണ്ടാവാൻ സാധ്യതയുള്ളതാണ്. മറ്റൊന്ന് ഈ കരിമണലുമായി ബന്ധപ്പെട്ടതാണ്. ഈ അപൂർവ ധാതു കോറിഡോർ, അങ്ങനെ ഒരു കോറിഡോർ രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അപൂർവ ധാതു ഖനനം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരമേഖലകൾ. ഇത് തീരമേഖലയിലെ അപൂർവ ധാതുകൾ ഖനനം ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇങ്ങനൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല. അതിൻ്റെ വിശദാംശങ്ങൾ വന്ന ശേഷം മാത്രമേ അതിന് എത്രത്തോളം നേട്ടമുണ്ടാവും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഈ മിനറൽസുമായി ബന്ധപ്പെട്ട ഏത് പദ്ധതി പ്രഖ്യാപിക്കുന്നതും കേരളത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കരിമണൽ ഖനനം നടത്തുന്ന കേരളത്തെ സംബന്ധിച്ച് അത് നേട്ടമാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ പലതും അംഗീകരിച്ചില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ വരും. കേരളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച പദ്ധതികളൊന്നും തന്നെ ഇതിൽ ഉണ്ടായിരുന്നില്ല. എയിംസിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇക്കുറി കേരളത്തിന് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കെല്ലാം പ്രഖ്യാപിക്കുകയും അവിടെയെല്ലാം നടപ്പാവുകയും ഒക്കെ ചെയ്തതാണ്. കേരളം മാത്രമാണ് ഇക്കാര്യത്തിൽ ഏറെ പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം. എയിംസ് വേണം എന്നുള്ളത് കേരളത്തിൻ്റെ എത്രയോ കാലമായിട്ടുള്ള ആവശ്യമായിരുന്നു എന്ന് ഓർക്കണം. അതുണ്ടായില്ല. അതോടൊപ്പം തന്നെ ഒരു സ്പീഡ് റെയിൽ പദ്ധതി, അതും കേരളം പലതരത്തിലേക്കുള്ള സ്പീഡ് റെയിൽ പദ്ധതികൾ പലതവണയായി കേരളത്തിൽ ചർച്ച വരികയും വലിയ വിവാദങ്ങളും സമരങ്ങളും ഒക്കെ വന്നാണ് കേരളിനെ ബന്ധപ്പെട്ട് സമരങ്ങൾ ഉണ്ടായതും അതിനുശേഷം കേന്ദ്രവുമായി ബന്ധപ്പെട്ട. ശരി കിരൺ, തീർച്ചയായും അങ്ങനെ നിരവധി ആവശ്യങ്ങൾ തള്ളുമ്പോൾ പോലും ഈ പ്രവാസികൾക്ക്
ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങൾ ചിലതുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രവാസികളുടെ ഓഹരി നിക്ഷേപ പരിധി കൂട്ടിയിട്ടുണ്ട് എന്നതാണ്. നേരത്തെ 5% നിക്ഷേപ പരിധിയെങ്കിൽ 10% ഒപ്പം വിദേശത്തേക്ക് പ്രവാസികളുമായി ബന്ധപ്പെട്ട് പണം അയക്കുന്നതിൽ ഉള്ള നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. അത് പ്രത്യക്ഷമായി കുട്ടികൾക്ക്, അതായത് ഇപ്പോൾ എങ്ങനെ പ്രയോജനപ്രദമാകുമെന്ന് ചോദിച്ചാൽ, വിദേശത്ത് പല കുട്ടികളും പഠിക്കുന്ന സാഹചര്യമുണ്ട്. അവർക്ക് പണം കേരളത്തിലുള്ള രക്ഷിതാക്കൾ അയച്ചു നൽകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ചില ഇളവുകൾ വരുന്നു എന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒപ്പം വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഗുണകരമാകുമെന്ന സൂചനകളും ഈ ബജറ്റിൻ്റെ അവതരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ വ്യവസായ ഭൂപടത്തിൽ തങ്ങളുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയവർ, കോടികളുടെ ആസ്തിയുള്ളവർ, പുറമേ നിന്ന് നോക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളാലും അനുഗ്രഹീതർ എന്ന് നാം കരുതുന്ന പല വ്യവസായ പ്രമുഖരും ഇന്ന് ഒരു മുഴം കയറിലോ കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള ഒരു ചാട്ടത്തിലോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയിലോ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നത് കേരളത്തെയും ഇന്ത്യയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. കഫേ കോഫിയുടെ ഉടമ VG സിദ്ധാർത്ഥയിൽ തുടങ്ങി ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിൽ എത്തി നിൽക്കുന്ന ഈ ആത്മഹത്യകളുടെ പരമ്പര കേവലം വ്യക്തിപരമായ പരാജയങ്ങളല്ല, മറിച്ച് നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ചും അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്. 2019 VG സിദ്ധാർത്ഥയുടെ മൃതദേഹം നേത്രാവതി പുഴയിൽ കണ്ടെത്തിയപ്പോൾ അത് ഇന്ത്യയെ ഒന്നടങ്കം നടുക്കിയ ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തിയതായി ബജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ITR 1 ഉം ITR 2 ഉം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി എന്നത് ജൂലൈ 31 വരെയാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. ഒപ്പം ഓഡിറ്റിംഗ് ആവശ്യമില്ലാത്ത ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ട്രസ്റ്റുകൾക്ക് ഓഗസ്റ്റ് 31 വരെ ഈ റിട്ടേൺ സമർപ്പിക്കുവാനുള്ള സമയം കൂടി അനുവദിക്കുന്നു എന്നതുകൂടി ഇതിൽ ഉണ്ട്. വിദേശ ടൂർ പാക്കേജുകൾക്ക് ഈടാക്കിയിരുന്ന TDS നിരക്ക് അത് കുറച്ചു എന്നതുകൂടിയാണ്. നേരത്തെ 20% TDS നിരക്കുകൾ ആണ് ഉണ്ടായിരുന്നത് എങ്കിൽ അത് 5%ത്തിലേക്ക് കുറച്ചിരുന്നു. അതിപ്പോൾ 5%ഉം 20% എന്നീ TDS നിരക്കുകൾ ഒഴിവാക്കുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ 2%ത്തിലേക്ക് ഏതാണ്ട് വരുന്ന സാഹചര്യം ആണ് ഇപ്പോൾ നമുക്ക് ഈ ബജറ്റിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ആദായ നികുതി സ്ലാബുകൾ സംബന്ധിച്ച് പുതിയ നികുതി ഘടന അത് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്ന പ്രഖ്യാപനം കൂടി ഈ ബജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. പുതിയ നികുതി വ്യവസ്ഥ എന്നത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. 12 ലക്ഷം വരെയുള്ളവർക്ക് ഈ ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നത് അറിയാവുന്നതാണ്. ഈ ആക്ട് ആണ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ചില പ്രഖ്യാപനങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ പ്രത്യേക കേന്ദ്രം ആരംഭിക്കും എന്ന് പറഞ്ഞത് കടലാമ പരിചരണത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം മാത്രമാണ്. നമുക്ക് അങ്ങനെ കേരളത്തിൽ മാത്രമായി ഒരു പദ്ധതി ആരംഭിക്കുന്നു എന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാതു ഇടനാഴി അതിൽ തമിഴ്നാടൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടെ കേരളത്തിൻ്റെയും പേര് നമ്മൾ കേട്ടു എന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, വാഹന അപകട നഷ്ടപരിഹാരത്തിൽ നിന്ന് പൂർണ്ണമായും ഈ ആദായ നികുതി എന്നത് ഒഴിവാക്കുന്നു എന്നതാണ്. നഷ്ടപരിഹാര തുക പൂർണ്ണമായും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ആ തുകയ്ക്ക് ടാക്സ് അടയ്ക്കുന്ന സാഹചര്യം ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി എന്നത് 4.4% എന്നാണ് ഇപ്പോൾ ധനമന്ത്രി പറയുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള എസ്റ്റിമേറ്റ് പ്രകാരമുള്ള ധനക്കമ്മി 4.3%-ആയി നിശ്ചയിച്ചിരിക്കുന്നു. അത് പുലർത്താൻ സാധിക്കുമോ എന്നതുകൂടിയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ഉണ്ടാകുന്നത്. 5 സർവകലാശാല ടൗൺഷിപ്പുകൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ടൈംസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്ത്യൻ വ്യവസായ ഭൂപടത്തിൽ തങ്ങളുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയവർ, കോടികളുടെ ആസ്തിയുള്ളവർ, പുറമേ നിന്ന് നോക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളാലും അനുഗ്രഹീതർ എന്ന് നാം കരുതുന്ന പല വ്യവസായ പ്രമുഖരും ഇന്ന് ഒരു മുഴം കയറിലോ കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള ഒരു ചാട്ടത്തിലോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടയിലോ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നത് കേരളത്തെയും ഇന്ത്യയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. കഫേ കോഫിയുടെ ഉടമ VG സിദ്ധാർത്ഥയിൽ തുടങ്ങി
ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിൽ എത്തി നിൽക്കുന്ന ഈ ആത്മഹത്യകളുടെ പരമ്പര കേവലം വ്യക്തിപരമായ പരാജയങ്ങളല്ല, മറിച്ച് നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ചും അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്. 2019 VG സിദ്ധാർത്ഥയുടെ മൃതദേഹം നേത്രാവതി പുഴയിൽ കണ്ടെത്തിയപ്പോൾ അത് ഇന്ത്യയെ ഒന്നടങ്കം നടുക്കിയ വാർത്തയായിരുന്നു. ഇന്ത്യയിലെ കോഫി കിങ് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു സാധാരണ സംരംഭകനായിരുന്നില്ല. ആയിരക്കണക്കിന്